ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഈ സായന സമയം എന്നെ ഇങ്ങനെ ക്ഷണിച്ച് ഈ ജോയ്സ് ടിവിയിലേക്ക് സ്വാഗതം ചെയ്ത കർത്താവിന്റെ ദാസിക്ക്, എന്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിന് എന്റെ സ്നേഹവന്ദനം അറിയിക്കും. ആമേ. എന്റെ പേര് ലിസി എന്നാണ്. ഫുൾ നെയിം ലിസിക്കുട്ടി PK എന്നാണ്. ഞാൻ എന്റെ സ്വദേശം ചങ്ങനാശ്ശേരിയാണ്. ഞങ്ങളുടെ വീട്ടിൽ എൻ്റെ അപ്പനും അമ്മയ്ക്കും ഞങ്ങൾ 8 മക്കളാണ്. 8 മക്കളിലെ ഏറ്റവും ഇളയ ആളാണ് ഞാൻ. എൻ്റെ മൂത്ത ചേച്ചി ഇപ്പോഴും ഉണ്ട്, രണ്ടാമത്തെ ചേച്ചിയുണ്ട്. നടുക്കത്തെ സഹോദരൻ മരിച്ചുപോയി. അദ്ദേഹം കർത്താവിന്റെ വേലയിലായിരുന്നു, അദ്ദേഹം മരിച്ചുപോയി. അതിനുശേഷം അതിൻ്റെ അനിയത്തി ഒരാളുണ്ട്, അദ്ദേഹവും മരിച്ചുപോയി. പിന്നെ ഞങ്ങൾ താഴെ 2 ആൺപിള്ളേർ കഴിഞ്ഞിട്ടുള്ളതാണ് ഞാൻ. മൂത്ത സഹോദരങ്ങൾ 2 പേര് ഇപ്പോൾ സുശേഷ വേലയിലാണ്, കറുകച്ചാലിന്റെ പ്രദേശത്തുണ്ട്. പ്രകാരം ഞാൻ എൻ്റെ വീട്ടിലെ അനുഭവം എന്ന് പറയുന്നത്, ഞങ്ങൾ ക്രിസ്തീയ ഫാമിലിയാണ്. എൻ്റെ ചെറുപ്പകാലം തൊട്ട് എൻ്റെ ഫാദർ ഇങ്ങനെ വളരെ അത്ഭുതകരമായി നടത്തുന്ന ശുശ്രൂഷകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അനേകർക്ക് ദൈവം വിടുതൽ കൊടുത്തത് എൻ്റെ കണ്ണാലെ കണ്ട ഒരവസ്ഥ ഞാൻ ചെറുപ്പത്തിൽ കണ്ടിട്ടുണ്ട്. അപ്രകാരം എൻ്റെ ഫാദറിന്റെ അനുഭവം എന്ന് പറയുന്നത് വിക്രം മോശയുടെ അതേ അനുഭവമാണ്. അദ്ദേഹം ഹെഡ് മാസ്റ്റർ ആയിട്ട് റിട്ടയർഡ് ആയിട്ടാണ് മരിക്കുന്ന ഡേറ്റ് ഒക്കെ എന്ന് പറയുന്നത് കൃത്യമായിട്ട് പറഞ്ഞ്, കാണാൻ വരുന്ന വ്യക്തികളോട് ഇന്ന ദിവസം 7 മണിയാകുമ്പോൾ ഞാൻ പോകുമെന്ന് പറഞ്ഞ് അങ്ങനെ ടൈം കറക്റ്റ് പറഞ്ഞാണ് മരിക്കുന്നത്. അത്രമാത്രം ദൈവത്തിന്റെ വലിയ പ്രവൃത്തി എൻ്റെ ഭവനത്തിൽ വെച്ച് നടക്കുവാൻ ഇടയായി. അതുപോലെ തന്നെ എൻ്റെ മാതാവ് മരിച്ചിട്ട് ഇപ്പൊ 2 വർഷം ആകുന്നുള്ളൂ. അത് ഭയങ്കരമായിട്ട് അനേകർക്ക് വേണ്ടി ഇടിയിൽ നിന്ന് നിലവിളിപ്പാനും എല്ലാം ആ മാതൃക കണ്ടാണ് ഞങ്ങൾ ഓരോരുത്തരും വളർന്നു വന്നത്. എന്നാലേ ആ സമയം പിള്ളേരെല്ലാം CSI ചർച്ചിലാണ് പോയിക്കൊണ്ടത്. അപ്പം അതിലൊരു കൊയറിലെ അംഗമായിരുന്നു ഞാനും. ആ സമയങ്ങളിൽ ഞാൻ പഠിക്കുന്ന സമയങ്ങളിൽ ആ കൊയറിലേക്ക് പോയി വളരെ സന്തോഷമൊക്കെ ആയിരുന്നു. എന്താണ്, അച്ഛനും അമ്മയൊന്നും അവിടെ വരില്ല, കാരണം ശുശ്രൂഷയുടെ മുഖത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അനേകർക്ക് ഞങ്ങളുടെ പ്രദേശത്ത് അനേകർ ദൈവത്തിന്റെ വിടുതൽ രുചിച്ചറിഞ്ഞ വ്യക്തി ജീവിതങ്ങളാണ്. അതുകൊണ്ട് ദൈവം ആഗ്രഹിക്കുന്ന വിധത്തിലേക്ക് ഞങ്ങളെ ഓരോരുത്തരെയും ആ വിധത്തിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഹല്ലേലൂയ. അപ്രകാരം എല്ലാരെയും വിവാഹം ചെയ്ത് അയച്ചതിന് ശേഷം എനിക്ക് ജോലിയോട് സംബന്ധമായിട്ട് ഞാനിങ്ങനെ പഠിത്തമെല്ലാം പൂർത്തിയാക്കിയിട്ട് ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ അച്ഛൻ മരിച്ചതിന് ശേഷമായിട്ട് വളരെ ഇച്ചിരി കഷ്ടതയിലൊക്കെ ആയിരുന്നു ഭവനത്തിൽ. അപ്പൊ എങ്ങനെയെങ്കിലും വല്ല ജോലി കിട്ടണം എന്നുള്ളൊരു ആഗ്രഹത്തിൽ ഇരുന്നപ്പോൾ എൻ്റെ മൂത്ത ചേച്ചി പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ നഴ്സിംഗ് പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പഠിച്ചു. എന്നെ ആ പഠിത്തം കഴിഞ്ഞ് ഇറങ്ങുന്ന സമയം അപ്പോഴാണ് എൻ്റെ ഫാദർ മരിക്കുന്നത്. ആ സമയത്താണ് ഫാദറിന്റെ മരണം. ഹല്ലേലൂയ. അതിനുശേഷമായിട്ട് ഞാൻ ഡൽഹിയിലേക്ക് പോയി. ഡൽഹിയിലെ ആദ്യം ഭാഷ എന്ന് അറിയത്തില്ലായിരുന്നു, ഡെന്റൽ ക്ലിനിക്കിൽ വർക്ക് ചെയ്തു. ഡോക്ടർ KT തോമസ് എന്ന് പറഞ്ഞ ഡോക്ടറിന്റെ വസന്ത ബിഹാറില് അവിടെ വർക്ക് ചെയ്തു. കുറച്ച് നാൾ വർക്ക് ചെയ്ത ശേഷം ഭാഷയൊക്കെ നല്ലോണം പഠിച്ചതിന് ശേഷമായിട്ട് ഹോസ്പിറ്റലിൽ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യാൻ പോയി. അങ്ങനെ റെഡ് ക്രോസ് സൊസൈറ്റി എന്ന് പറഞ്ഞ അനേക ഹോസ്പിറ്റലിൽ ചെയ്തിട്ടുണ്ട്. എന്നാല് ലാസ്റ്റ് എനിക്ക് കിട്ടിയത് റെഡ് ക്രോസ് സൊസൈറ്റി ഹോസ്പിറ്റലാണ്. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ദിൽഷാദ് ഗാർഡ് സീമാപുരിക്ക് അടുത്ത് ജംഗ്ഷനിലാണ്. UP-യുടെയും ഡൽഹിയുടെ അതിർത്തിയിലുള്ള ഹോസ്പിറ്റലാണ്. അവിടെയാണ് ഞാൻ വർക്ക് ചെയ്തത്. ഹല്ലേലൂയ. അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയങ്ങളില് നമുക്കറിയാലോ, ഹോസ്പിറ്റലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ചെറിയ പ്രയാസം ഉണ്ടെന്ന് കണ്ടാൽ ഉടനെ നമ്മൾ ഓടിപ്പോയി മെഡിസിൻ എടുക്കുന്ന ഒരു പരിപാടി ഉണ്ട്. കാരണം ഹോസ്പിറ്റലാകുമ്പോൾ ഡോക്ടേഴ്സിനെ ചെന്ന് കാണും, അങ്ങനെ മെഡിസിൻ എടുക്കും. ഇതിനു മുൻപായിട്ട് ഞങ്ങൾ ഇനി ഇന്റർവ്യൂവിന് പോകുന്ന സമയത്ത് ഞങ്ങൾ 5-8 പേരുണ്ട്. ഒരു ടീച്ചറുണ്ട്, എൻ്റെ മൂത്ത ബ്രദറുണ്ട്, കമ്പ്യൂട്ടർ സെക്ടറിൽ വർക്ക് ചെയ്യുന്നു. പിന്നെ 2-3 സഹോദരിമാരുണ്ട്. അതിൽ 2 പേര് ഞങ്ങള് സ്റ്റാഫ്. അപ്പൊ ഇങ്ങനെ പോകുമ്പം മുനീർക്ക എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ആ സ്ഥലത്തിൽ ഇങ്ങനെ റോഡിന്റെ സൈഡിൽ 2 കെട്ടിടങ്ങൾ പണിയുക. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കുറെ പേര് ഒരു ശനിയാഴ്ച ദിവസമാണ് അവിടെ ഇന്റർവ്യൂവിന് പോകുമ്പോഴത്തേക്ക് നടുക്ക് നിന്ന് ഞാൻ അപ്പം പെട്ടെന്ന് അവിടെ ഒരു ബിൽഡിങ് പണിയുന്ന ഒരുത്തൻ്റെ ഇഷ്ടിക കട്ട ഇങ്ങനെ മുകളിലോട്ട് ഇട്ട് കൊടുത്തതാണ്. 6 ഇഷ്ടിക. അത് അയാളുടെ കയ്യിൽ നിന്ന് താഴോട്ട് വീണു. അത് 1 എൻ്റെ തലയിലോട്ട് വീണു, 2 മറ്റു സഹോദരിയുടെ ഒരത്ത് വീണു. ഇങ്ങനെ വീണിട്ട് ഭയങ്കരമായിട്ട്. അപ്പൊ ഒരു ക്ലിനിക്കിൽ ഇങ്ങനെ ഡോക്ടർ കണ്ടുകൊണ്ടേക്ക് വീഴുന്നത്. അപ്പം ആ ഡോക്ടർ ഓടി വന്നിട്ട് എന്നെ പൊക്കി നോക്കിയപ്പോ ഇവിടെ ഇങ്ങനെ തലയില് മുളച്ചിട്ടുണ്ട്.
അതിനുശേഷം അവർ മെഡിസിനൊക്കെ എന്തൊക്കെ തേച്ചു, അന്നേരം ഒന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. അതിനുശേഷം 2 വർഷവും കഴിഞ്ഞിട്ട് ഒരു പ്രശ്നമൊന്നുമില്ല. പിന്നെ ഇപ്പൊ ഞാൻ റെഡ് ക്രോസ് സൊസൈറ്റിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തണുപ്പ് സീസണാണ്. അപ്പൊ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ തലവേദന വന്നപ്പോൾ ഞാൻ ഡോക്ടറെ പോയി കണ്ടു, മരുന്ന് മേടിച്ചു. അങ്ങനെ കഴിച്ചിട്ടൊന്നും യാതൊരു കുറവും എനിക്ക് വരുന്നില്ല. അങ്ങനെ കുറേ നാളായി, 2 വർഷമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ മരുന്ന് കഴിച്ചിട്ട് ഇപ്പൊ ഡോക്ടർമാർ തന്നെ പറയുന്നുണ്ട്, ഇങ്ങനെ ഇത്രയും മെഡിസിൻ ഒന്നും കഴിക്കേണ്ട സിസ്റ്ററെ, ഇത് തലയ്ക്ക് നമുക്കൊരു കാര്യം ചെയ്യും, എക്സ്റേ എടുത്ത് നോക്കാന്ന് ഡോക്ടർ മാർവാന്ന് പറഞ്ഞ ഡോക്ടർ ചിൽഡ്രൻസ് വാർഡ് സ്പെഷ്യൽ ഡോക്ടറാണ്, അദ്ദേഹം പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോഴത്തേന് ഒന്നായിട്ട് എക്സ്റേ എടുക്കാൻ പറഞ്ഞു ചെന്ന് എക്സ്റേ ഒക്കെ എടുത്തു. 2 സൈഡിലും കൂടെ 10-20 എക്സ്റേ 2-3 പ്രാവശ്യമായിട്ട് എടുത്തിട്ടൊന്നും യാതൊരു രോഗവും അതിനകത്ത് കാണുന്നില്ല. അവസാനം എനിക്ക് നഴ്സറി നൈറ്റ് ഡ്യൂട്ടിയിൽ ഇരിക്കുമ്പോഴാണ് എനിക്ക് തലവേദന കൂടി അങ്ങേയറ്റം പറ്റി ഞാനിങ്ങനെ ടേബിളിലേക്ക് വീഴുന്നത്. താഴെ നിൽക്കുന്ന ഒരു ഗേറ്റ് കീപ്പർ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ നിൽക്കുന്ന റൂം എന്ന് പറയുന്നത് മുഴുവൻ ഗ്ലാസ്സാണ്, ഒരു സൈഡ് മാത്രമുള്ള ഫിത്തി ആയിട്ടുള്ളത്, മറ്റു മുഴുവൻ ഗ്ലാസ്. അവിടെ എന്ത് നടക്കുന്നതും വെളിയിൽ നിൽക്കുന്നവർക്ക് കാണാൻ പറ്റും. അപ്പൊ ഇങ്ങനെ താഴെ ടേബിളിന്റെ പുറത്തോട്ട് തല ഇങ്ങനെ പോകുന്നതായിട്ട് കണ്ട് പിന്നെ എഴുന്നേൽക്കുന്നത് കണ്ടില്ല. അപ്പൊ അദ്ദേഹം ചെന്നാണ് മേട്ടനോട് ഇൻഫോം ചെയ്യുന്നത്. മേട്ടൻ എന്നിട്ട് ഇന്റർകോം ഒക്കെ വിളിച്ചിട്ടൊന്നും ഞാൻ എടുക്കുന്നില്ലെന്ന് കണ്ടപ്പം അനേക സിസ്റ്റർമാരുമായിട്ട് 5-6 സിസ്റ്ററും ഡോക്ടറും എല്ലാം കൂടി വന്നപ്പോ ഞാനിങ്ങനെ ടേബിളിൽ ഇങ്ങനെ തല ഇങ്ങനെ വെച്ച് കിടക്കുന്നതാണ് കാണുന്നത്. പെട്ടെന്ന് ബാക്കി കാര്യങ്ങളെല്ലാം വന്ന സ്റ്റാഫ് എല്ലാം കൂടെ അഡ്ജസ്റ്റ് ചെയ്തവര് ട്രീറ്റ്മെന്റ് കുഞ്ഞുങ്ങളെ നോക്കാൻ തുടങ്ങി. എന്നെ എല്ലാരും കൂടെ ഒരു 5-8 കമ്പിളി ആ ഹീറ്ററൊക്കെ ഓൺ ചെയ്തിട്ട് അവിടെ തന്നെ കമ്പിളി ഇങ്ങനെ അടുക്കി വെച്ചിട്ട് അവിടെ ബെഡ് പോലാക്കി അവിടെ കിടത്തിയതിന് ശേഷമായിട്ട് ആ നിമിഷം കൊണ്ട് എൻ്റെ തലയുടെ ഈ പെടലിയുടെയും ഇവിടെ ഇങ്ങനെ നീര് വെച്ചിട്ട് ഇതൊന്നും അറിയാൻ വയ്യാത്ത വിധമായി. പെടലി തിരിച്ചറിയത്തില്ല, അതുപോലെ എനിക്ക് അനങ്ങാനും വയ്യ. എന്നിട്ട് അവര് പെട്ടെന്ന് ആദ്യം തന്ന സെലക്ഷനാണ് തന്നെ, കാരണം എന്തെന്നാ വേദന അറിയാതിരിക്കാൻ ഉറങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞ് ആദ്യം ഇഞ്ചക്ഷൻ തന്നു ഡോക്ടർ. അത് കഴിഞ്ഞിട്ട് രാവിലെ നേരം വെളുത്തപ്പോഴത്തേനും എന്നെ ട്രീറ്റ്മെന്റ് ചെയ്യാനായിട്ട് എല്ലാവരും ഒരുങ്ങി. അവര് ഹോസ്പിറ്റലിലെ അനേക ഡോക്ടർ എല്ലാം കൂടെ കൂടി ചേർന്നിട്ട് എന്താണെന്ന് രോഗം കണ്ടുപിടിക്കില്ല, എക്സ്റേ എടുത്തു, ടെസ്റ്റ് ചെയ്തു, എന്നിട്ടൊന്നും, കാരണം നട്ടലിലെ വെള്ളമൊക്കെ കിഴിച്ചെടുത്ത് ടെസ്റ്റ് ചെയ്ത് പറഞ്ഞു മെനിഞ്ചൈറ്റിസ് ആയിരിക്കും എന്ന് പറയും, മെനിഞ്ചൈറ്റിസ് അതല്ല, അല്ലെങ്കിൽ ടൈഫോയിഡ് ആയിരിക്കും എന്ന് പറയും. ഇത് രണ്ടും നോക്കിയിട്ട് ഒന്നുമില്ല ആ ടെസ്റ്റ് ചെയ്തതിനകത്ത്. അവസാനം എനിക്ക് ഇങ്ങനെ രോഗത്തിന്റെ കാഠിന്യാവസ്ഥ മൂർച്ച കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. പിന്നെ എന്റെ ബ്രദറിനെ അറിയിച്ച് ബ്രദർ വന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേന് അദ്ദേഹത്തിന് ഭയങ്കര സങ്കടമായിരുന്നു. കാരണം ഒരു ഇഞ്ചക്ഷൻ ഒക്കെ എടുക്കുന്ന കാണുന്നതന്നെ ഭയങ്കര പേടിയാണ് മൂത്ത ബ്രദറിന്. അങ്ങനെ ഇരുന്ന സാഹചര്യത്തില് ഡോക്ടർമാരെല്ലാം കൂടെ പറഞ്ഞു എന്താ ചെയ്യുന്നത്. പിന്നെ ഷാദില ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, UP-യിലുള്ള എല്ലാ ഹോസ്പിറ്റലിലും കൊണ്ടുപോയി. അവരിങ്ങനെ ഓരോ ദിവസവും ഓരോ ഹോസ്പിറ്റലിൽ പറയുന്ന അനുസരിച്ച് ഇങ്ങനെ ആംബുലൻസിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. എനിക്ക് അതിവേദനയായിട്ട് മരണവേദനയാണ്. അപ്പൊ ഞാനിങ്ങനെ കൈകൊണ്ട് കാണിക്കുന്നുണ്ട്, ഇങ്ങനെ ഭയങ്കര വേദനയെ സഹിക്കാൻ വയ്യ, എന്റെ കണ്ണിൽ കൂടെ ഒക്കെ അങ്ങ് കണ്ണുനീർ ഒഴുകുക. അപ്പൊ എന്റെ കൂടെയുള്ള സിസ്റ്റർമാര്, എന്റെ കൂട്ടുകാരികള്, അവരെന്നെ തലയൊക്കെ ഇങ്ങനെ തിരുമ്മി തലോടും ഒക്കെ ചെയ്യും. അവർക്കും ഭയമായി, കാരണം നീര് വെച്ച് കഴിഞ്ഞപ്പോ എല്ലാവർക്കും ഇത് കണ്ടു കഴിഞ്ഞപ്പോ ഭയങ്കര ഭാരമായിട്ടെന്ന് പറഞ്ഞാല് ഈ തലയും മുഖവും ഈ പെടലിയുടെ ഇവിടം കൂടെ ഒന്നും തിരിച്ചറിയാൻ പറ്റാത്ത വിധമായിപ്പോ ഇങ്ങനെ നിൽക്കുക. അപ്പൊ അനങ്ങാൻ ഒന്നും പറ്റുന്നില്ല. പിന്നെ അവസാനം അവര് ഇങ്ങനെ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തിട്ട് യാതൊരു കുറവില്ലാന്ന് കണ്ടവര് ഡോക്ടർമാര് പറഞ്ഞു, മൂത്ത ബ്രദറിനോട് പറഞ്ഞു എന്താ ചെയ്യുന്നത്, ഇനി നമുക്കൊരു ഓപ്പറേഷനോ ഇല്ല, സജ്ജീകരിക്കാം, എന്നാ നോക്കാം, ഒരു പ്രാവശ്യം കൂടി ഒരു സ്കാനിങ് ചെയ്ത് നോക്കാന്ന് പറഞ്ഞു. അപ്പൊ സെന്റ് സ്റ്റീഫൻ ഹോസ്പിറ്റലിലെ ഡൽഹിയിലെ ആ ഹോസ്പിറ്റലിൽ കൊണ്ട് സ്കാൻ ചെയ്തു, MRI സ്കാൻ ചെയ്തു. അപ്പൊ തന്നെ എൻ്റെ ഈ വലത്ത് കൈയൊക്കെ പൊക്കത്തില്ല, കാരണം പാരാലിസിസ് ആയ പോലെ അതിന്റെ ആരംഭമായി. ഇങ്ങനെ ഈ വലത്ത് കൈ അനക്കാൻ പറ്റാത്ത അവസ്ഥയായി. അവസാനം ആ റിപ്പോർട്ട് കണ്ടതിന് ശേഷം ഡോക്ടർമാരെല്ലാം അങ്ങ് വല്ല അസ്വസ്ഥതയായി. ഇപ്പം ഡോക്ടർമാർ പറയുന്നൊക്കെ എനിക്ക് കേൾക്കാം, പക്ഷെ എനിക്ക് പ്രതികരിക്കാൻ പറ്റുന്നില്ല, സംസാരിക്കാൻ പറ്റുന്നില്ല, ആ ഒരവസ്ഥയിലായി. അങ്ങനെ രോഗത്തിന്റെ ആ കാഠിന്യ അവസ്ഥ വന്നപ്പോ ഡോക്ടർ ആങ്ങളോട് പറയുന്നു, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, എന്ത് ചെയ്യാനാ, കാരണം ഇത് സെറിബ്രൽ അനൂറിസ് എന്ന് പറഞ്ഞ രോഗമാണ്. സെറിബ്രൽ അനൂറിസ് എന്ന് പറഞ്ഞാല് തലച്ചോറിനകത്ത് മുടിനാര് പോലുള്ള ഞരമ്പാണ്. ആ ഞരമ്പ് പഴുത്തിട്ട് ബ്ലഡും പഴുപ്പുമായിട്ട് ക്ലോട്ടായിട്ട് ഒരു ബലൂൺ പോലെ വീർത്തിങ്ങനെ ഇരിക്കുക. അപ്പൊ നമ്മുടെ തല എങ്ങനെയാലും മൂവ്മെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങിപ്പോയാല് ആ സെക്കൻഡിൽ മരണം ഉറപ്പാ. അങ്ങനെ എന്നിട്ട് എന്റെ ആംബുലൻസിൽ എന്നെ കൊണ്ടുപോകുമ്പം തല തൊട്ട് പാദം വരെ അവരിങ്ങനെ ബെൽറ്റ് ഇട്ട് മുറുക്കും, പില്ലോ 2 സൈഡിലും വെച്ചിട്ട് അങ്ങനെ ബെൽറ്റ് ഇട്ട് മുറുക്കിയാണ് കൊണ്ടുപോകുന്നത്. അങ്ങനെ യാതൊരു നമ്മള് മൂവ്മെന്റ് അങ്ങനത്തെ ഒരു അവസ്ഥയെ കൊണ്ടുപോയി. അപ്പൊ അവസാനം ഈ റിപ്പോർട്ട് കണ്ടപ്പോഴത്തേക്ക് ഡോക്ടർമാരെല്ലാം പറഞ്ഞു,
അറിയിക്കൊണ്ടിരിക്കുക, അറിയിച്ചോളാൻ ബ്രദറിനോട് പറഞ്ഞു. അപ്പൊ 4-5 മാസമായി ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന. അപ്പം ഈ പാരാലിസിസ് ആയി, വലത്ത് കാലും വലത്ത് കൈയും ആ സെക്കൻഡിൽ തന്നെ അവിടെ വെച്ച് പാരാലിസിസ് ആയി. പിന്നെ ഒരു വിധത്തിൽ അനങ്ങാൻ പറ്റുന്നില്ല അവസ്ഥ. പിന്നെ അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കും നാക്ക് താന്നു. അങ്ങനെയുള്ള ഒരവസ്ഥയില് ഡെഡ് ബോഡി എങ്ങനെ കിടക്കുന്ന അതേമാതിരി ഞാൻ അങ്ങ് അസ്ഥികൂടം പോലായി. അസ്ഥികൂടം എന്ന് പറഞ്ഞാല് നമുക്ക് പറഞ്ഞറിയിക്കാൻ വയ്യ. കാരണം നാക്കെല്ലാം താന്നു കഴിഞ്ഞപ്പോഴത്തേന് ഓൾറെഡി മരണം ഉറപ്പാക്കിയവര്. എന്നിട്ടും എന്റെ ആങ്ങളയുടെയും എന്റെ സീനിയർ ആയിട്ടുള്ള ഒരു അത് വെച്ചിട്ട് അവര് പറഞ്ഞു, ഒരു കാര്യം ചെയ്ത് നമുക്ക് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കൊണ്ടുപോകാം, അവിടെ മെഡിക്കൽ സയൻസിൽ കൊണ്ടുപോയിട്ട് അവരെന്താ ചെയ്യുന്ന പറയാം, നമുക്ക് അങ്ങനെ നോക്കാന്ന് പറഞ്ഞു. ഈ റിപ്പോർട്ടുമായിട്ടും ആങ്ങളെയും ഞാൻ പോകുന്ന അവിടെ ഒരു ചർച്ചിലെ IPC ചർച്ചിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അവിടുത്തെ പാസ്റ്ററും അവിടുത്തെ സഹോദരന്മാരും കൂടെ കൂടിക്കൊണ്ട് ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് മെഡിക്കൽ സയൻസിലേക്ക് ഈ ഡോക്ടർമാർ ഉൾപ്പെടെ എന്നെ കൊണ്ടുപോയി കഴിഞ്ഞപ്പോഴത്തേക്ക് റിപ്പോർട്ട് കണ്ടപ്പോഴത്തേക്ക് അവിടുത്തെ ഡ്യൂട്ടി ഡോക്ടേഴ്സ് ഒക്കെ പറഞ്ഞു, ഇതൊന്നും സക്സസ് ആകുന്ന കാര്യമല്ല, ഇത് 24 മണിക്കൂർ മരിച്ചു പോകുന്നു പറഞ്ഞു. 24 മണിക്കൂറിനകം മരിച്ചു പോകുന്നു പറഞ്ഞിട്ട് അവിടെ ഒരാഴ്ച അവർ വെയിറ്റ് ചെയ്യിപ്പിച്ചു. വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞാല് ഒരു കട്ടിലെ എനിക്കിവര് പറയുന്ന കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ശ്രദ്ധിക്കാമെങ്കിൽ നമുക്ക് നാവെടുത്ത് സംസാരിക്കാൻ പറ്റുന്നില്ല. അതുപോലെ നമുക്കൊന്നും ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരവസ്ഥ. ഞാൻ എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ ചിന്തിച്ചു, കർത്താവെ ജോലിക്കായിട്ടാണല്ലോ വന്നത്, എന്നാൽ ആ സാഹചര്യം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. എൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാല് ജോലിയോടുള്ള അനുബന്ധിച്ചാണ് ഞാൻ ഡൽഹിയിലേക്ക് പ്രവേശിച്ചത്. എന്നാൽ എൻ്റെ ഈ സാഹചര്യത്തിൽ എൻ്റെ ജീവിതം ഇതുകൊണ്ട് തീരുവാണല്ലോ എന്നുള്ളൊരു മനോവേദന എൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്നു. പറഞ്ഞറിയിക്കാൻ പറ്റാത്തതുകൊണ്ട് അങ്ങനത്തെ ഒരു സാഹചര്യം എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാതെ. എന്നാൽ എൻ്റെ ഹൃദയത്തിന്റെ വേദന വളരെ മുഖത്തത് പ്രകടിപ്പാൻ തക്കനിടയായി. എന്നാൽ എൻ്റെ കൂട്ടുകാരികളെല്ലാവരും അവരുടേതായ വിശ്വാസം അനുസരിച്ച് അവരെല്ലാവരും നേർച്ച കാഴ്ചകൾ, അവര് മെഴുകുതിരി കത്തിച്ചേക്കാന്നും വെള്ളിപ്പണം തന്നേക്കാന്നും ഒക്കെ ഇങ്ങനെ എൻ്റെ കൂട്ടുകാരികൾ എന്നെ സ്നേഹിക്കുന്നതുകൊണ്ട് അവരെത്രമാത്രം അവര് വളരെയേറെ എന്നെ സ്നേഹിക്കുന്ന ഒരു ഇതിൽ വന്നിട്ട് അവരങ്ങ് ചെയ്തു. അവരെ പ്രാർത്ഥിച്ച് അവരുടെ വിശ്വാസം അനുസരിച്ച് നേർച്ചയൊക്കെ നേർന്നു. എന്നിട്ടൊന്നും യാതൊരു ഫലവും എനിക്ക് കാണുവാൻ കഴിഞ്ഞില്ല. അവിടെ നിന്ന് ഡോക്ടർമാർ, എൻ്റെ മെയിൻ ഡോക്ടർ വന്നപ്പോൾ പറഞ്ഞു, ഓപ്പറേഷൻ ചെയ്താൽ 10% പോലും കിട്ടത്തില്ല, പിന്നെ എന്തിനാണ് ഇത് ചെയ്യുന്നത്, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഡോക്ടർ പറഞ്ഞതിൻ്റെ സ്ഥിതിക്ക് അപ്പൊ അറിയിക്കേണ്ടതൊക്കെ അറിയിച്ചോളാൻ പറഞ്ഞു. അവസാനം അവിടെ നിന്ന് എൻ്റെ മൂത്ത സഹോദരി സ്വിറ്റ്സർലൻഡിൽ ജോലി ചെയ്യുവാനോ, അദ്ദേഹത്തിന്റെ ഹസ്ബൻഡ് മരിച്ചു പോയിട്ട് ആദ്യമായിട്ട് നാട്ടിലേക്ക് വരുന്ന സമയമാണ്. അപ്പോഴാണ് എനിക്ക് ഇങ്ങനെയൊരു അവസ്ഥ. എൻ്റെ സഹോദരൻ ചേച്ചിയോട് പറഞ്ഞു, ഞാൻ ചേച്ചിയെ നാട്ടിൽ കൊണ്ട് വിട്ടിട്ട് പെട്ടെന്ന് വരാം, അതുകൊണ്ട് ലിസി വരത്തില്ല, ലിസിക്ക് തലവേദനയായിട്ട് ഇവിടെ അഡ്മിറ്റാന്ന് പറഞ്ഞു. അപ്പൊ തലവേദന ആണെങ്കിൽ അഡ്മിറ്റ്, അതൊന്നും കാര്യമുള്ള കാര്യമില്ലല്ലോ, ഞാനിവിടെ വെയിറ്റ് ചെയ്യാം, അവളെ നമുക്ക് ഒന്നിച്ച് നമുക്ക് നാട്ടിൽ പോയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഒന്നിച്ച് നാട്ടിൽ പോയാൽ മതി എന്ന് പറഞ്ഞപ്പോഴത്തേക്കും തലവേദനയാണെങ്കിൽ നമുക്ക് ട്രിവാൻഡ്രത്ത് അമ്മയുടെ ഒരു കസിൻ ഡോക്ടർ ഉണ്ട്, ഡോക്ടർ ബെഞ്ചമിൻ. അദ്ദേഹം ഇന്നിപ്പോ പൂമുഖത്തില്ല, അദ്ദേഹം മരിച്ചുപോയി, എന്നാ അദ്ദേഹത്തെ കാണിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ആ സ്ഥിതിക്ക് ഡോക്ടർമാരൊന്നും അവര് അനുകൂലിച്ചില്ല. കാരണം അവര് പറഞ്ഞു, ഇത്രയും സീരിയസ് കണ്ടീഷനിലായിരിക്കുന്ന ഒരു കുട്ടിയെ നാട്ടിൽ കൊണ്ടുവന്ന് നിങ്ങൾ എന്ത് ചെയ്യുന്നു ചോദിച്ചു. എൻ്റെ ചേച്ചിയോട് പറഞ്ഞു. ചേച്ചി പറഞ്ഞില്ല, എൻ്റെ സഹോദരനും എൻ്റെ സഹോദരിമാരും അമ്മയും എൻ്റെ വീട്ടിലുണ്ട്, അവർക്ക് കാണാൻ വേണ്ടിയിട്ട് വിട്ടു തരണമെന്ന് പറഞ്ഞു. അങ്ങനെ ചേച്ചിയോട് ഒപ്പിട്ടപ്പം ഡോക്ടർ പറഞ്ഞു, റെഡ് ക്രോസിന്റെ വകയായിട്ട് നമുക്ക് ഇവിടെ ചെയ്തുകൂടെ എല്ലാ കാര്യങ്ങളും, എന്തിനാ ഇത്രയും പാഴ്ചലൊക്കെ ചെയ്ത് നാട്ടിൽ കൊണ്ടുപോയിട്ട് ഇത്രയും ചെയ്യേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. അപ്പൊ ചേച്ചിയുടെ ഒറ്റ നിർബന്ധത്തിന് ചേച്ചി ഒപ്പിട്ട് കൊടുത്തു. അങ്ങനെ എന്നെ ഡൽഹിയിൽ നിന്ന് ഒരു തുണിയിൽ പൊതിഞ്ഞ് എന്നെ നാട്ടിലേക്ക് കൊണ്ടുവരുവാൻ. ട്രിവാൻഡ്രം എയർപോർട്ടിൽ വന്നപ്പോൾ അവിടെ ഒരു സഹോദരൻ, ഒരു നായർ കുടുംബത്തിലെ സഹോദരൻ, ചേച്ചിയോട് ഇങ്ങനെ പറഞ്ഞു, എൻ്റെ സിസ്റ്ററെ, ഈ കുട്ടി മരിക്കത്തില്ലെന്ന് എൻ്റെ മനസ്സ് പറയുന്നു, നിങ്ങൾ കരയാതിരിക്കുക എന്നൊക്കെ ചേച്ചിയോട് ഇങ്ങനെ പുള്ളി ആശ്വസിപ്പിച്ചു. അങ്ങനെ ഇരുന്ന സാഹചര്യത്തില് അപ്പം ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് ഡോക്ടർ ബെഞ്ചമിൻ ഡോക്ടർ പറഞ്ഞു, ഓൾ ഇന്ത്യയിൽ നിന്ന് ഉപേക്ഷിച്ച ഒരു കേസ് കേട്ട് കേരളത്തിൽ വന്നിട്ട് രക്ഷപ്പെട്ടതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. എൻ്റെ ലീലാമ്മ, നീ എന്തിനും ഇത്രയും പാഴ്ചലും ചേച്ചി വഴക്കൊക്കെ പറഞ്ഞു. എങ്കിലും ചേച്ചിയുടെ അതെല്ലാം ദൈവത്തിന്റെ ഒരു മുഖാന്തരമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അല്ല എന്നുണ്ടെങ്കിൽ ഇന്ന് പൂമുഖത്ത് ഞാൻ കാണത്തില്ലായിരുന്നു. ഹല്ലേലൂയ. കർത്താവിനെ ചേച്ചിയുടെ ഹൃദയത്തിൽ ദൈവം പ്രവർത്തിച്ചു. അങ്ങനെ ചേച്ചിയുടെ നിർബന്ധത്തിന് നാട്ടിൽ കൊണ്ടുവന്ന് തുണിയിൽ പൊതിഞ്ഞാണ് കൊണ്ടുവന്നത്. അപ്പോൾ എൻ്റെ ഹോസ്പിറ്റലിലുള്ള എല്ലാവരും അവരെ എൻ്റെ ഫോട്ടോ എടുത്ത് സ്റ്റാമ്പാക്കി എല്ലാവർക്കും വിതരണം ചെയ്തു. അതിലൊരു ഫോട്ടോ എടുത്ത് അഡ്മിനിസ്ട്രേറ്റർ ഓഫീസറുടെ മുറിയിൽ മരിച്ചു പോയെന്ന് പറഞ്ഞ് ഡേറ്റ് ഇട്ട് ജമന്തിമാലയും തൂക്കിയിട്ടു. അങ്ങനെ ആ സാഹചര്യം
ആ സാഹചര്യമൊക്കെ ഉണ്ടായി. അതുപോലെ എൻ്റെ ഹോസ്പിറ്റലിൽ എന്നെ കൊണ്ടുവന്ന സമയത്ത് അവർക്കെല്ലാം അവധി കൊടുത്തിട്ട് പറഞ്ഞു, കുറെ കൂട്ടുകാർ എൻ്റെ കൂടെ എയർപോർട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. എൻ്റെ ചേച്ചി പറഞ്ഞു എയർപോർട്ടിൽ ഒത്തിരി കൂട്ടുകാർ വന്നിട്ടുണ്ടായിരുന്നു ഇനി യാത്രയാക്കാനായിട്ട് വന്ന്. അങ്ങനെ നാട്ടിൽ വന്നതിന് ശേഷം അന്നത്തെ ദിവസം എൻ്റെ വീട്ടിൽ ഭയങ്കര ആൾക്കൂട്ടായിരുന്നു. കാരണം മരിച്ചുപോയി, കുഞ്ഞപ്പി സാറിന്റെ ഇളയ മകൾ മരിച്ചുപോയി എന്ന് പറഞ്ഞു. എൻ്റെ ഫാദർ ഹെഡ് മാസ്റ്റർ ആയിരുന്നു. അതുകൊണ്ട് എല്ലാവരും അറിയപ്പെടുന്ന ഒരു ഭവനമാണ്. ഏറ്റവും ഇളയ മകള് മരിച്ചുപോയി എന്ന് പറഞ്ഞ് എല്ലാം അവിടെ അങ്ങ് പബ്ലിസിറ്റി ആയി. അവസാനം എൻ്റെ വീട്ടിൽ എന്നെ കൊണ്ടുവന്നതിന് ശേഷമായിട്ട് എൻ്റെ വീട്ടിലിങ്ങനെ കിടത്തിയിരിക്കുന്നതാണ്. ഹല്ലേലൂയ. ഒന്നും യാതൊരു കണ്ണും തുറക്കുന്നുമില്ല, യാതൊരു ഇതിൻ്റെയും മെഡിസിനൊക്കെ തന്ന ഒന്നും എൻ്റെ ശരീരത്തിൽ കയറിയിട്ടേ ഇല്ല. ട്രിപ്പ് ഇട്ടതെല്ലാം വെളിയിലേക്ക് പോവുകയാണ്. 6 മാസക്കാലം ഇങ്ങനെ കിടന്ന് 3 മാസക്കാലം അബോധാവസ്ഥയിലായി. അങ്ങനെ കിടന്നിരുന്ന അവസ്ഥയിൽ നിന്ന് സ്വർഗം എന്നെ വിടുതൽ. ഹല്ലേലൂയ. എൻ്റെ ഭവനത്തിൽ വന്നതിന് ശേഷമായിട്ട് യാദൃച്ഛ്യം എന്ന് പറയട്ടെ, ദൈവം അയച്ചിട്ട് ഒരു ദൈവദാസൻ എരുമേലിയുടെ പ്രദേശത്ത് നിന്ന്, അദ്ദേഹത്തിന്റെ നാട് മാവേലിക്കരയിലാണ്, തോമസ് രാജു എന്നാണ് ഞാൻ അറിയപ്പെടുന്ന. മാവേലിക്കര ഇന്നും അദ്ദേഹം പ്രായമാണ്, എന്നാലും അദ്ദേഹം ഇന്നും ഇപ്പൊ ഭൂമുഖത്തുണ്ട്. നല്ല ധൈര്യശാലിയായ ഒരു ദൈവത്തിന്റെ ദാസൻ ഇങ്ങനെ വന്നപ്പോൾ ഭവനത്തിൽ എല്ലാ ചുറ്റുപാടുള്ള ആൾക്കാരെല്ലാം പറഞ്ഞു, ഇതെന്തുവാ കാണിക്കുന്ന, മരിച്ചു കൊടുക്കുന്ന കൊച്ചിനെ നിങ്ങൾ അടക്കത്തില്ലേ, എന്താ ഇങ്ങനെ ചെയ്യുന്നത്, ഇത് ബന്ധുക്കസാറുടെ ഒരു രീതിയാ എന്നൊക്കെ പറഞ്ഞു. ആ വന്ന ദൈവദാസനെ ഒത്തിരി വഴക്ക് പറഞ്ഞു. അതിപ്പോ ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞു, നിങ്ങളൊന്ന് ശ്രമിക്കുക, നമുക്ക് നോക്കാം, ഇത്രയും ആയില്ലേ, നമുക്ക് ജസ്റ്റ് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ് ഹല്ലേലൂയ. ആ വന്ന ദാസന്റെ കൂടെ കൂട്ടുകാരിൽ നിന്ന് ഒരു ദൈവദാസനും കൂടെ കടന്നു വന്നിരുന്നു. ഹല്ലേലൂയ. അവർ എൻ്റെ ഭവനത്തിൽ വന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ വീട്ടിലുള്ള സകലരോട് ഇപ്രകാരം പറഞ്ഞു. ഹല്ലേലൂയ. എല്ലാവരും മുഴുവൻ മടക്കി അവനവന്റെ പാപങ്ങളെ ഏറ്റു പറഞ്ഞു. ഒരുവന് വേണ്ടി പ്രാർത്ഥിപ്പിൻ എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും പാപങ്ങൾ ഏറ്റു പറഞ്ഞു. എൻ്റെ അമ്മയുടെ ചെറുത്തിയുടെ മകൻ ബേബി എന്ന് പറയും, ഹല്ലേലൂയ, അതൊരു സാറായിരുന്നു. അദ്ദേഹം വന്നിട്ട് ഒരു നിരീശ്വരവാദിയെ പോലുള്ള വ്യക്തി അറിഞ്ഞത് കണ്ടിട്ട് വലിയ കരഞ്ഞ് അദ്ദേഹം മുഴുവൻ മടക്കി. അവസാനം ദൈവത്തിന്റെ ആലോചന ഇങ്ങനെ, ദൈവത്തിന്റെ ദാസന്റെ ഹൃദയത്തിൽ ഒരു വചനം വെളിപ്പെട്ടു. ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നുവെങ്കിൽ കർത്താവ് കേൾക്കയില്ലായിരുന്നു, എന്നാൽ ഇപ്പോൾ ഇതാ കർത്താവ് പ്രാർത്ഥന ശബ്ദം ശ്രദ്ധിച്ചിരിക്കുന്നു. ആ വചനത്തോടു കൂടി കർത്താവിന്റെ ദാസന് വലിയൊരു ധൈര്യമായി. അപ്രകാരം എൻ്റെ വീട്ടിലുള്ള എല്ലാവരും ഭയങ്കര നിലവിളിയാണ്. ഹല്ലേലൂയ. എനിക്ക് ഇതിനാല് എൻ്റെ ജീവിതത്തിൽ എനിക്ക് സംഭവിച്ചെന്ന് പറഞ്ഞാല്, ഭവനത്തിൽ കൊണ്ടുവന്നതിന് ശേഷമായിട്ട് ഈ ജനക്കൂട്ടം എല്ലാം കൂടെ വന്ന് വലിയ വലിയ മരിച്ച വീട്ടിൽ കിടന്ന് നിലവിളിക്കുന്ന മാതിരി എല്ലാം ഭയങ്കര വിഷയമായിട്ട് ചുറ്റിനും ആൾക്കാർ കൂടി നിൽക്കുന്ന ഒരവസ്ഥ. എന്നാൽ ഞങ്ങളുടെ അടുത്തൊരു SNDP മന്ദിരം ഉണ്ടായിരുന്നു. ആ മന്ദിരത്തില് ഭജനയുടെ സീസണാ. ആ സീസൺ ആയപ്പോഴത്തേക്ക് അവിടെ വന്നിരുന്ന ആൾക്കാരില്ല ഇത് കേട്ടറിഞ്ഞ് ഓടി എൻ്റെ ഭവനത്തിൽ വന്നു. ഹല്ലേലൂയ. ദൈവജനമേ ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദാസനെ ദൈവം ശക്തീകരിപ്പാൻ തുടങ്ങി. ഹല്ലേലൂയ. പ്രകാരം ദൈവത്തിന്റെ ദാസൻ ഓരോരുത്തരോടും പറഞ്ഞു. എല്ലാവരും ആത്മാർത്ഥമായിട്ട് 2 റൗണ്ട് 3 റൗണ്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദാസൻ ഇപ്രകാരം വെളിപ്പെട്ടു. ഹല്ലേലൂയ. ദൈവം ഇടപെടും എന്നുള്ള ഒരു ശക്തി അങ്ങോട്ട് പ്രാർത്ഥിപ്പാൻ തുടങ്ങി. ഹല്ലേലൂയ. ശക്തിയോടെ ആത്മാവിന്റെ ഹല്ലേലൂയ ശക്തി അങ്ങോട്ട് വെളിപ്പെടാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിന്റെ ദാസൻ ഞാൻ കിടന്ന മുറിയിലേക്ക് കടന്നു വന്നിട്ട് എൻ്റെ തലമേൽ ഓടി വന്ന് കാലം വെച്ചു. അപ്പോ എനിക്ക് ഒന്ന് അനുഭവപ്പെട്ട എന്തെന്ന് ചോദിച്ചാൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എഴുന്നേക്കാൻ പറഞ്ഞപ്പോൾ ഈ കറണ്ട് അടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരു പെരുപ്പിങ്ങനെ ഉണ്ടാവുമല്ലോ, തലച്ചോറ് തൊട്ട് പാദം വരെ ഒരു പെരുപ്പിങ്ങോട്ട് വന്നിട്ട് ചാടി കണ്ണു തുറന്നു. അപ്പൊ ഞാൻ എങ്ങനെ ഈ ഭവനത്ത് വന്നത് എനിക്കറിയില്ല. എൻ്റെ ദൈവത്തിന്റെ ദാസൻ യേശുവിന്റെ നാമത്തിൽ കരത്തെ പിടിച്ചങ്ങോട്ട് പ്രാർത്ഥിച്ച് പോയി. കരം ഇങ്ങനെ 6 മാസക്കാലമായി കൈ ഇങ്ങനെ വിറക്കിയാണ്. ഹല്ലേലൂയ. എൻ്റെ കരത്തെ പിടിച്ച് പതുക്കെ എഴുന്നേൽപ്പിച്ചു. അപ്പോൾ ദൈവത്തിന്റെ ദാസൻ ഇങ്ങനെ പറഞ്ഞു. ഹല്ലേലൂയ. വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കുന്നു. യാക്കോബിന്റെ ലേഖനത്തിൽ പറഞ്ഞ വചനമാണ്. ആ വചനം പറഞ്ഞുകൊണ്ടാണ് എൻ്റെ ശരീരത്തിന്മേൽ ടച്ച് ചെയ്ത് ഇങ്ങനെ തലമേൽ കൈവച്ചത്. ഹല്ലേലൂയ. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കും. ഹല്ലേലൂയ. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും എന്നുള്ള വചനം ഇങ്ങോട്ട് ഇടപെട്ടു. ഹല്ലേലൂയ. എൻ്റെ ശരീരത്തിന് എന്തെന്ന് അറിയില്ല, കൂത്തരിക്കും ഭയങ്കര ഒരു പെരുപ്പ് ഇങ്ങോട്ട് അനുഭവപ്പെട്ടു. ചാടി എഴുന്നേൽപ്പാനിടയായി. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എഴുന്നേൽക്കാൻ എന്ന് പറഞ്ഞപ്പോൾ അവിടെ നിന്ന് ചുറ്റുപാട് നിന്ന ആൾക്കാരെല്ലാം ഭയങ്കരമായിട്ട് അവർ കാറ് കാണാൻ പോവാണെന്ന് അറിയില്ല. ഈ ശബ്ദം കേട്ട് ഞാൻ നോക്കുമ്പോൾ അനേക ജനം എൻ്റെ ഭവനത്തിനകത്തുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ദാസി എന്നവരൊക്കെ ഞാൻ ഇത് പറയുമ്പോഴേ എനിക്കത് ഓർക്കുമ്പോ തന്നെ വളരെ ഒരു പ്രയാസം എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വരും. ഹല്ലേലൂയ.
കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നു. ഇന്നും നമ്മളെ ജീവനോടെ ഇരിപ്പാൻ തക്കണം കർത്താവിനെ നിലനിർത്തിയിരിക്കുന്ന ആ ദൈവത്തിന്റെ കൃപ, ഹല്ലേലൂയ. കഴിവ്, മിടുക്കോ, പുണ്യപ്രവൃത്തി ഒന്നുമല്ല. ദൈവം നമ്മളെ ഇത്രത്തോളം വിടിവെച്ച് ഇത്രത്തോളം ഭൂമിയുടെ മൊത്തം ജീവനുള്ള ദേഹിയായി ദൈവം നിലനിർത്തിയിരിക്കുന്നു. പ്രകാരം ദൈവം തൊണ്ണൂറിലാണ് 1990 91 92 ഞാൻ വിടുതൽ പ്രാപിച്ചു പോകുന്നത്. 91 ലാസ്റ്റ് 92 ഞാൻ തിരിച്ച് അവരെന്നെ വീണ്ടും വിളിപ്പിച്ചത് ജോലി ചെയ്യാനാവും പറഞ്ഞോണ്ട്. ഓക്കെ, അങ്ങനെ ആ പെട്ടെന്ന് ആ എഴുന്നേൽപ്പില് ദൈവത്തിന്റെ ദാസൻ കരം പിടിച്ചൊരു പേന എന്റെ കൈ പിടിപ്പിച്ചിട്ട് പറഞ്ഞ് എഴുതാൻ പറഞ്ഞു. യേശുവിന്റെ നാമത്തിൽ എഴുതുക എന്ന് പറഞ്ഞ് എഴുതി. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് എന്നെ കൊണ്ട് ഒരു എഴുത്ത് എഴുതിപ്പിച്ചു. അത് ഞാൻ ഹോസ്പിറ്റലിലേക്ക് അയച്ചിട്ട് ഒരു കുഞ്ഞുങ്ങളും വിശ്വസിച്ചില്ല. ഞങ്ങളുടെ മേട്ടൻ എന്ന് പറഞ്ഞൊരു കാത്തലിക് ബാക്ക്ഗ്രൗണ്ടിലുള്ള ആളാണ്. പുള്ളിക്ക് ഇങ്ങനെ വിശ്വാസികളൊന്നും ഭയങ്കര താല്പര്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ മാത്രമുള്ളായിരുന്നു അന്ന് ഹോസ്പിറ്റലിൽ ഒരു ബന്ധുക്കോസുകാരി, ആഭരണമില്ലാത്ത ഒരു വ്യക്തി. അങ്ങനത്തെ ഒരു അവസ്ഥയില് അപ്പൊ നിന്ദകളും പരിഹാസങ്ങളും ഒത്തിരി നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ആ സാഹചര്യം ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെട്ടതിന് ശേഷമായിട്ട് എല്ലാവർക്കും ഭയങ്കര ഒരു വിശ്വാസമാണ്. അതെന്ന് പറഞ്ഞാൽ ജാതികൾ പോലും, അല്ലെങ്കിൽ ഞാന് തിരിച്ച് പറഞ്ഞു വരട്ടെ. അപ്പോൾ ഇങ്ങനെ എന്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിച്ചു. ആ എഴുത്ത് ഞാൻ എഴുതി ആദ്യം ഹോസ്പിറ്റലിലേക്ക് അയച്ചിട്ട് അവരാരും വിശ്വസിച്ചാൽ അങ്ങനെ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അങ്ങനെ ലിസിക്കുട്ടി നേരിട്ട് ഞങ്ങളെ കാണണം, ഞങ്ങൾക്ക് ലിസിക്കുട്ടിയെ കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ ജനുവരി 15 ഞങ്ങൾ വിടുതൽ പ്രാപിച്ചതിന് ശേഷമായിട്ട് ജനുവരി 15 ഞങ്ങള് ഡൽഹിക്ക് പോവുകയാണ്. ഞാനും എൻ്റെ അമ്മയും എൻ്റെ മൂത്ത സഹോദരനും കൂടെ പോകുന്നത്. ഞാൻ അവിടെ ചെല്ലുമെന്ന് അറിഞ്ഞപ്പോൾ തന്നെ അവര് ആംബുലൻസുമായിട്ട് പറഞ്ഞ ഡേറ്റിൽ റെയിൽവേ സ്റ്റേഷനിൽ വന്നു. അങ്ങനെ എന്നെ കൂട്ടിക്കൊണ്ടുവരാനായിട്ട് വന്നു. അതിന് മുൻപായിട്ട് അവിടെ ഒരു സംഭവം നടന്നു ഡൽഹിയുടെ പ്രദേശം. ഞാൻ താമസിക്കുന്ന DDO ഫ്ലാറ്റിലെ, അതായത് ഈ പോക്കറ്റിലാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്, ദിൽഷാദ് ഗാർഡനിലെ. അവിടെ ഒരു പഞ്ചാബി പൂജാരി ഉണ്ടായിരുന്നു, പ്രായമുള്ള ഒരു അപ്പച്ചന്. ആ അപ്പച്ചൻ ഞങ്ങൾ സന്ധ്യാസമയത്ത് ഇങ്ങനെ പാട്ടൊക്കെ പാടുന്ന ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ആ അപ്പച്ചൻ സ്വപ്നം കൊണ്ട് ലിസിക്കുട്ടി മരിച്ചിട്ടില്ലെന്ന്. അദ്ദേഹം ഒരു പാക്കറ്റ് ലഡു ഒക്കെ ആയിട്ട് ആ ബിൽഡിങ്ങിൽ എല്ലാവർക്കും കൊടുത്തു. എന്നിട്ട് അതിന് കൂട്ടുകാരൊക്കെ പറഞ്ഞ് ചുമ്മാതാ, പുള്ളി ഇങ്ങനെ നമ്മളെ സന്തോഷിപ്പിക്കാൻ പറയുന്നതാ, കാരണം അവള് മരിച്ചു കാണും, കാരണം ഇത്രത്തോളം വന്ന ഓൾ ഇന്ത്യയിലോ ഡോക്ടർമാര് നോക്കിയ വ്യക്തിയില്ലേ, അവള് മരിച്ചു. അത് ഇദ്ദേഹത്തിന്റെ ഒരു സ്നേഹം, അവളോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞതാന്ന് പറഞ്ഞ് ലഡു എല്ലാരും മേടിച്ച ശേഷം ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നറിവ് കിട്ടിയപ്പോഴത്തേന് ഭയങ്കര ബഹളമായി. എല്ലാവരും DDO ഫ്ലാറ്റിലെ ഞാൻ താമസിക്കുന്ന ഈ പോക്കറ്റിലെ സകലമാന പേരും എന്നെ കാണുവാനായിട്ട് റെഡ് ക്രോസ് ഹോസ്പിറ്റലിലേക്ക് വന്ന് ഭയങ്കര ജനക്കൂട്ടമായിരുന്നു. അവിടെ ഒരു ചെറിയ ഒരു മീറ്റിംഗ് പോലെ നടത്തുവാൻ തക്കണം അവിടുത്തെ കേണൽ ഗുലാട്ടി മുഖേനയായിട്ട് അവിടെ അധികാരമൊക്കെ തന്നു. അങ്ങനെ എനിക്ക് ട്രാൻസ്ലേഷൻ ചെയ്യാനായിട്ട് നേവി ഓഫീസറായിരിക്കുന്ന ആൻഡ്രൂസ് എന്ന് പറഞ്ഞൊരു സാർ ഉണ്ടായിരുന്നു. അദ്ദേഹം മുഖേനയാണ് ഞങ്ങൾ ഡൽഹിയിൽ ചെല്ലാൻ കാര്യം തന്നെ. അപ്പൊ അദ്ദേഹം അവിടെ വന്നു, എല്ലാവർക്കും ട്രാൻസ്ലേഷൻ ചെയ്ത് കൊടുത്തു. അവിടെ ഹിന്ദി ബൈബിള്, ഇംഗ്ലീഷ് ബൈബിള് ഞങ്ങളുടെ കേണൽ ഗുലാട്ടിക്കും ഡോക്ടർ രേഖ സെൻ ചീഫ് മെഡിക്കൽ ഓഫീസർ അവർക്കൊക്കെ കൊടുത്തു. ഇങ്ങനെ എന്നെ കാണാനായിട്ട് വന്നപ്പോൾ ആദ്യം ഞങ്ങളുടെ ചീഫ് മെഡിക്കൽ ഓഫീസർ എന്നെ തൊട്ട് ലിസിക്കുട്ടി തന്നെയാണോ എന്നൊന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞത് തന്നെ, ഞാൻ തന്നെ. പിന്നെ എന്നെ കെട്ടിപ്പിടിച്ച് വലിയ കരഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ലിസിക്കുട്ടി നിനക്കൊരു പുതിയ ജന്മം ദൈവം തന്നതാ, ഹല്ലേലൂയ. അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കും വലിയ സങ്കടം സന്തോഷം വന്നു. ഞാനും കരഞ്ഞു. എന്നിട്ട് എന്നോട് പറഞ്ഞു, ഇവിടെ ഇരിക്കണമെന്ന് എന്നെ പിടിച്ച് അവിടെ ഇരുത്തിയിട്ട് പറഞ്ഞു, എന്റെ കൈയൊക്കെ ഇങ്ങനെ ടച്ച് പിടിച്ചു നോക്കി. എന്നിട്ട് അവർക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അന്നേരം എന്നോട് ആദ്യം പറഞ്ഞതാണ്, നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ച പ്രീസ്റ്റ് ഞങ്ങൾക്ക് കാണണം എന്ന് പറഞ്ഞു. അന്ന് വൈകിട്ട് തന്നെ ഞങ്ങള് താമസിക്കുന്ന റൂമിൽ വന്നിട്ട് പാസ്റ്ററെ വിളിച്ചിങ്ങനെ ഞങ്ങൾ കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്തു. പാസ്റ്റർ പറഞ്ഞു, അതിനെന്താ വരാമെന്ന് പറഞ്ഞു. പാസ്റ്റർക്ക് ഹിന്ദി അറിയത്തില്ലായിരുന്നു, എങ്കിൽ ഹിന്ദി ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് മറ്റേ സഹോദരൻ ഉണ്ടായിരുന്നു. ആ സാറ് ട്രാൻസ്ലേറ്റ് ചെയ്ത് അവിടെ ഉടൻ തന്നെ വിളിപ്പിച്ചു. പിറ്റേ ആഴ്ചയില് പാസ്റ്റർ വന്നു, പ്രാർത്ഥിച്ച് ആഗ്രഹിച്ച എല്ലാ ഡോക്ടർമാരുടെ വീടുകളിൽ കൊണ്ട് പ്രാർത്ഥിപ്പിച്ചു. ഓരോ അനുഭവങ്ങൾ പറഞ്ഞു, അവരുടെ വീട്ടിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം ദൈവം വെളിപ്പെടുത്തിയതൊക്കെ പറഞ്ഞു. അതൊക്കെ പറഞ്ഞത് ചില ഭവനങ്ങൾക്ക് നടന്ന് അന്നേരം അവർക്കൊന്നുകൂടെ വിശ്വാസമായി. അതുപോലെ തന്നെ സാഹിബാബാദ്
നവജീവൻ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിലെ CK ശർമ്മ, അത് കിങ് ഹോസ്പിറ്റലിലെ സർജൻ ആയിരുന്നു. അദ്ദേഹം ഇങ്ങനെ പൂണൂലൊക്കെ ഇട്ടൊരു വ്യക്തിയാണ് അദ്ദേഹം. ഞാൻ തിരിച്ചു ചെന്നെന്ന് അറിഞ്ഞപ്പോഴേക്കും ഹോസ്പിറ്റലിലേക്ക് വിളിപ്പിച്ചു. എന്നോട് പറഞ്ഞു, നിങ്ങളുടെ പ്രീസ്റ്റിനെ കൂടെ കൊണ്ടുവരണം, ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന്. അങ്ങനെ അവരുടെ വീട്ടിലും കൊണ്ടുവന്ന് പ്രാർത്ഥിപ്പിച്ചു. അവരൊക്കെ അവരുടെ വീട്ടിലൊരു ചെറിയ അമ്പലം മാതിരിയൊക്കെ ഉള്ളതാ. എന്നിട്ട് അവരുടെ വീട്ടില് അവരുടെ ഗ്രാൻഡ് മദറും ഫാദറും എല്ലാം ഉണ്ടായിരുന്നു. ആ സമയത്ത് ഡോക്ടർ 3 പ്രാവശ്യം അറ്റാക്ക് വന്ന് കൂടിയിട്ട് മരിച്ചു പോകുന്നു പറഞ്ഞതാ. ആ സാഹചര്യത്തിലാണ് എൻ്റെ ഈ വിടുതലിന്റെ അനുഭവം അറിയുന്നത്. അങ്ങനെ ആ പാസ്റ്ററെ വിളിപ്പിച്ചു, അവിടെ വന്ന് പ്രാർത്ഥിച്ചു, ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുത്തു. എല്ലാം ഇംഗ്ലീഷ് ബൈബിള്, ഹിന്ദി ബൈബിൾ അവിടെയും കൊടുത്തു. അദ്ദേഹം മുട്ടുമേ നിന്നിട്ട് പാസ്റ്റർ പറഞ്ഞു കൊടുത്ത വേർഡ്സ് എല്ലാം ഏറ്റു പറഞ്ഞു, ഹല്ലേലൂയ. അതുപോലെ ഹിന്ദിയിലും ഇംഗ്ലീഷിലും പറഞ്ഞു പ്രാർത്ഥിച്ചു. ആ സമയം തന്നെ ഡോക്ടർ എഴുന്നേറ്റിട്ട് എന്നോട് പറഞ്ഞു, ലിസിക്കുട്ടി, ഇങ്ങനെ ഒരു പുതിയ ജീവൻ നിനക്ക് തന്ന ദൈവത്തെ ഞങ്ങൾ ആദ്യമായിട്ട് കേൾക്കുക. കാരണം ഇതുപോലെ ഒന്നും അറിയത്തില്ല ഞങ്ങൾക്ക്. കാരണം ഓൾ ഇന്ത്യയിലെ ഡോക്ടർമാർ തള്ളിക്കളഞ്ഞതല്ലേ ഇത്രയും വലിയ കേസ്. നീ ജീവിച്ചിരിക്കുന്നെന്ന് പറയാൻ ഭയങ്കര ഒരു മെറുക്കളായിരുന്നു. എന്നെ അവരെ മഞ്ജു ശർമ്മ എന്ന് പറഞ്ഞ ഡോക്ടറെ കെട്ടിപ്പിടിച്ച് എന്നെ കരയെ ഉമ്മ തരുമൊക്കെ ചെയ്ത് അവര് ഭയങ്കര സന്തോഷം. കാരണം ഇതുവരെ അങ്ങനെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. അങ്ങനെ ഒരു മെറുക്കളാണ് അവരുടെ ജീവിതത്തിൽ നിന്ന്. അപ്പൊ അതിനുശേഷമായിട്ട് ഞാൻ ജോലി, ദൈവത്തിന്റെ ദാസൻ പറഞ്ഞായിരുന്നു, ജോലിയല്ല പ്രിയ ലിസിക്കുട്ടി, നിന്നെ കുറിച്ച് പറയാൻ ജോലിയല്ല, നീ സുവിശേഷ വേല ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് സുവിശേഷ വേല ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ബൈബിൾ ക്ലാസ് ഒന്നും പഠിച്ച വ്യക്തിയുമല്ല, ഒന്നുമല്ല. പിന്നെ ദൈവത്തിന്റെ കൃപയാണ്. ഇന്ന് ഞാൻ ബൈബിൾ ക്ലാസ് പഠിച്ചിട്ടില്ല. ദൈവസന്നിധിയിൽ ഇങ്ങനെ ദൈവത്തിന്റെ കൃപ കൊണ്ട് മാത്രം നിൽക്കുന്നതാണ്. ഹല്ലേലൂയ. അങ്ങനെ എന്നെ അവിടുന്ന് ഒത്തിരി പേര് കാണുവാൻ വന്നു. പുതിയ ജന്മം പറഞ്ഞ് എനിക്ക് പുതിയ ഗിഫ്റ്റ് ഒക്കെ ഒത്തിരി കിട്ടി. അങ്ങനെ ഒരു മീറ്റിംഗ് പോലെ നടത്തി. അതിനുശേഷമായിട്ട് അമ്മയുടെ കയ്യിലേക്ക് അവിടെ അവര് വലിയൊരു ഫോട്ടോ ആക്കി വെച്ചിരുന്ന ആ ഫോട്ടോ അമ്മയുടെ കയ്യിലോട്ട് കൊടുത്തു. അമ്മ അത് കണ്ടിട്ട് വലിയ അവിടെ നിന്ന് കരഞ്ഞു. ആ ഫോട്ടോയാണ് ഞങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്നിട്ട് എന്നെ കാണുവാൻ വന്ന വ്യക്തിക്ക് കാണുവാനായിട്ട് കൊടുത്തത്. ഹല്ലേലൂയ. പ്രകാരം എന്റെ വീട്ടിൽ കല്യാണം കഴിക്കാൻ, നമുക്കറിയാമല്ലോ, കല്യാണം കഴിക്കാതെ ഒരു പെൺകുട്ടി പ്രായപൂർത്തിയായി നിന്നാൽ എന്താ അവിടെ സംഭവിക്കുന്നത്? ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ നിൽക്കുമ്പോൾ ദൈവം എത്രത്തോളം വലിയൊരു മറുക്കൾ എൻ്റെ ജീവിതത്തിൽ, എനിക്കൊരു പുതിയ ജീവൻ തന്ന ദൈവത്തിന് സകലതും കഴിയും. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൽ കർത്താവിന്റെ വചനം പറയുന്നുള്ള സങ്കീർത്തനം 66:16 ഇങ്ങനെ പറയുന്നുണ്ട്, സകല ഭക്തന്മാരുമായുള്ളൊരു വന്നു കേൾപ്പിൻ, അവൻ എൻ്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. അപ്പൊ ആ വചനമൊക്കെ എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഓടി വന്നപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇത്രയും വലിയ മരങ്ങൾ ചെയ്ത ദൈവത്തിന് എന്നെ പിന്നെയും നിർത്താൻ കഴിയും. ആ ഒരു വിശ്വാസം എന്റെ ഹൃദയത്തിൽ ആഞ്ഞടിപ്പനടിയായി. അങ്ങനെ അന്ന് പ്രാർത്ഥിപ്പാൻ വന്ന ദൈവത്തിന്റെ ദാസന്റെ കൂടെ വന്ന വ്യക്തിയാണ്, കണ്ണാലെ വിടുതൽ കണ്ട വ്യക്തിയാണ് എന്നെ വിവാഹം ചെയ്തിരിക്കുന്നത്. അദ്ദേഹം ഇന്നൊരു അഡ്വക്കേറ്റ് ആണ്. എന്നാൽ സുവിശേഷ വേലയുടെ താല്പര്യത്തിലാണ്. വചനമായിട്ട് കടന്നു പോകും, വിളിക്കുന്നിടത്തെല്ലാം കടന്നുപോയി വചനം പറയും. അതുപോലെ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് പരസ്യത്തിനൊക്കെ പോകുന്നത്. പരസ്യവും ഞങ്ങളുടെ കോട്ടയം ജില്ലയെ കഴിവെന്ന് ഞങ്ങൾ എല്ലായിടത്തും പോയിട്ടുണ്ട്. ഞാൻ അന്ന് നിന്ന ചർച്ച എന്ന് പറയുന്നത് ജീസസ് വോയിസ് എന്ന് പറഞ്ഞ അനി ജോർജിന്റെ ചർച്ചിൽ എല്ലാ ചൊവ്വാഴ്ചയുടെ മീറ്റിംഗ് ഉണ്ട്, പരസ്യവും. അവിടെ ജോഷി ബാസ് എന്ന് പറഞ്ഞ കർത്താവിന്റെ ദാസനാണ് അത് നയിക്കുന്നത്. ആ ദൈവത്തിന്റെ ദാസൻ, ഞങ്ങളൊരു വാനിൽ ഇങ്ങനെ പോവും, എല്ലാം മുക്കിനും മൂലയിലും ചെന്ന് ഞങ്ങളിങ്ങനെ സാക്ഷ്യം പറയും. ഓട്ടോ സ്റ്റാൻഡിലൊക്കെ ചെന്ന് സാക്ഷ്യം പറയുമ്പോൾ എല്ലാവരും ഇറങ്ങി നിന്ന് ഭദ്രമായിട്ട് കേൾക്കും. എന്നിട്ട് ഓരോ സ്ഥലത്ത് ചെന്നപ്പോഴത്തേന് ഒരു ഓട്ടോ സ്റ്റാൻഡിൽ ചെന്നപ്പം അവര് പറഞ്ഞു, നിങ്ങളിങ്ങനെ ഇവിടെ വന്ന് സാക്ഷ്യമൊന്നും പറയണ്ട, കാരണം അവര് കലിച്ച് നിൽക്കുക. അപ്പം പാസ്റ്റർ വെച്ചാൽ അതെന്താ, ഇവിടെയുള്ള ബന്ധുക്കോസുകാരെല്ലാം വലിയ വലിയ പാർട്ടികളാ. പക്ഷെ ഒരാൾക്ക് പിരിവിന് ചെന്നു, എന്നാ ക്രിയേറ്റിംഗ് കൂടെ പുള്ളി കിഡ്നി മാറ്റി വെക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു സഹോദരന് പിരിവിന് ചെന്നു, ഓട്ടോക്കാരന്. അപ്പൊ ആ പിരിവിന് ചെന്നപ്പോഴത്തേന് അവര് പറഞ്ഞു, ഞങ്ങൾക്ക് പിരിവൊന്നും തരാനില്ല, അതുകൊണ്ട് ഞങ്ങൾ ഇവനെ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞെന്ന് വിട്ടു. എന്നിട്ട് പൈസ കൊടുത്തില്ല. അപ്പൊ ഇവർ ഓട്ടോ സ്റ്റാൻഡിൽ കിടന്നവർക്കെല്ലാം അങ്ങ് ദേഷ്യമായി. അപ്പൊ എന്നോട് പറഞ്ഞു, ഞങ്ങളോട് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളിതൊന്നും അറിയാന്നാ വന്നത്, എങ്കിലും ഞങ്ങൾ വന്നതല്ലേ, ഞങ്ങള് മീറ്റിംഗ് നടത്തട്ടെന്ന് പറഞ്ഞു. അപ്പൊ സ്കൂൾ വിട്ട സമയമായിരുന്നു. അപ്പൊ സ്കൂൾ കുട്ടികളും ടീച്ചർമാരും എല്ലാം ഒരു സൈഡിൽ കൂടി നിൽക്കുന്നു, ഒരു സൈഡിൽ ഓട്ടോ സ്റ്റാൻഡിലെ ആൾക്കാരെല്ലാം. സാക്ഷ്യം കേട്ടതോടുകൂടി എല്ലാവരും അങ്ങ് മൗനിച്ചു നിന്നു. എന്നിട്ട് എല്ലാവരും എന്നെ ഇങ്ങനെ കൈകൂപ്പി കാണിച്ചു.
അവരെല്ലാരും. എന്നിട്ട് ഇങ്ങനെ സാക്ഷ്യം പറഞ്ഞ് ഞങ്ങളിങ്ങി പോരുമായിരുന്നു. അവസാനം അനേകർക്ക് എൻ്റെ സാക്ഷ്യത്തിന്റെ ട്രാക്ട് ഇങ്ങനെ കൊടുക്കുമായിരുന്നു. അത് അച്ചടിച്ചിട്ട് കൊടുത്തിട്ട് ഓരോരുത്തർ പ്രാർത്ഥിക്കാൻ വിളിക്കുമായിരുന്നു, പ്രാർത്ഥിക്കുകയും ചെയ്യും. അങ്ങനെ ദൈവം അത്ഭുതം പ്രവർത്തിച്ചെന്ന് പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിൽ ഹല്ലേലൂയ എനിക്കൊരു കുടുംബസ്ഥയാകുമെന്ന് ഞാൻ ജീവിതത്തിൽ ഓർത്തതല്ല. എന്നാൽ കർത്താവ് തക്ക സമയത്ത് എനിക്ക് ഒരു കുടുംബ ജീവിതം തന്നു. എന്നെ വിവാഹം ചെയ്തിരിക്കുന്ന കർത്താവിന്റെ ദാസൻ ഇത് കണ്ണാലെ കണ്ട വ്യക്തിയാണ്. പക്ഷെ എൻ്റെ ഹോസ്പിറ്റലുകാരും എന്നെ ട്രീറ്റ്മെന്റ് ചെയ്ത ഡോക്ടേഴ്സും പറഞ്ഞത്, ലിസിക്കുട്ടി നീ വിവാഹം ചെയ്യില്ലേ, ചെയ്തു കഴിഞ്ഞാൽ അറിയാമല്ലോ തലച്ചോറിലെ ഞരമ്പിനാണ് പ്രശ്നം. അപ്പൊ അത് ബൾജായി നിൽക്കുന്നിടത്തോളം കാലം നമ്മൾ പ്രഗ്നൻസി ആയി കഴിഞ്ഞാൽ നമുക്ക് അറിയാമല്ലോ നോർമൽ ഡെലിവറിക്ക് ഉണ്ടാകുന്ന പുഷ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഞരമ്പെല്ലാം വലിയുമല്ലോ. അങ്ങനെ ഒരു സംഭവം നിനക്ക് പാടില്ല എന്ന് പറഞ്ഞ് എനിക്ക് പേപ്പറിൽ എഴുതി തന്നു. അങ്ങനെ ഡോക്ടർമാരെല്ലാം പറഞ്ഞു ലിസിക്കുട്ടി നീ വിവാഹം ചെയ്യല്ലേ, വിവാഹം ചെയ്യല്ലെന്ന്. അവസാനം എന്നാണേലും ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ദൈവം മരിച്ചവരെ ഉയർപ്പിക്കാൻ കഴിയുന്ന ദൈവമെങ്കിൽ, എന്നെ ഇത്രത്തോളം നിർത്തുവാൻ കഴിയുന്ന ദൈവമെങ്കിൽ, എന്റെ ദൈവം സർവശക്തന സകലത്തിന്റെയും ഉടയവന് സൃഷ്ടിതമായ ദൈവമാണ്. ഹല്ലേലൂയ എന്നിങ്ങനെ ഞാൻ പറയുവാനിടയായി. എപ്രകാരം ഞാൻ കടന്നു പോകുന്ന ഇടങ്ങളിലെല്ലാം ഇത് പറയുമ്പോൾ ഹല്ലേലൂയ എന്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത പ്രവൃത്തി. ഹല്ലേലൂയ നോർമൽ ഡെലിവറി പറ്റത്തില്ല എന്ന് ഡോക്ടർമാർ പറഞ്ഞു. എന്റെ കല്യാണം കഴിഞ്ഞെന്നറിയപ്പോൾ ഡോക്ടർമാർക്കെല്ലാം ഭയങ്കര ഭയമായി. കാരണം ഇനി പ്രഗ്നൻസി ആയാലും എന്താണ്, മരണം ഉറപ്പാ. അതാണ് അവരുടെ ജീവിതത്തിൽ, അവരതാണ് ചിന്തിക്കുന്നത്. കാരണം അവർക്കറിയാലോ മെഡിക്കൽ, അവരെ തെറ്റ് പറയാൻ പറ്റത്തില്ല. മെഡിക്കൽ സയൻസ് പ്രകാരം ഡോക്ടർമാര് പഠിച്ച സ്ഥിതിക്ക് അനുസരിച്ച് അവർ പറയുന്നത് കറക്റ്റ് ആണ്. കാരണം എന്ന് പറഞ്ഞാല് തലയുടെ ഒരു ഞരമ്പെന്ന് പറയുന്നത് മുടിനാര് പോലുള്ള ഞരമ്പ. നമ്മൾ ബലം പ്രയോഗിക്കുമ്പോൾ നമ്മുടെ സകല ഞരമ്പുകളും തലച്ചോറിലെ ഞരമ്പ് വരെയും അത് വലിയുന്നതാണ്. അപ്പൊ ബ്ലഡ് ഇങ്ങനെ സർക്കുലേഷൻ നമുക്കറിയാമല്ലോ. അതിനുകൊണ്ട് നോർമൽ ഡെലിവറി പറ്റത്തില്ല എന്ന് പറഞ്ഞു, യാതൊരു കാരണവശാലും ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പ്രഗ്നൻസി ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഹോസ്പിറ്റലിൽ റിസൈൻ കൊടുത്തിട്ട് അത് മേടിച്ചില്ല. അപ്പൊ എന്നോട് പറഞ്ഞു ഇവിടെ തന്നെ നിന്റെ ഓപ്പറേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഓപ്പറേഷൻ ചെയ്യണ്ടെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ എൻ്റെ അമ്മയോട് ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു 7-ാം മാസമായപ്പോൾ എന്നോട് പറഞ്ഞു കത്തെഴുതി കൊടുത്തിട്ട് പോരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ അവര് സ്വീകരിച്ചില്ല. അവസാനം ഡെലിവറിക്ക് വേണ്ടി എൻ്റെ ആങ്ങള ഞാനും കൂടെ ഇങ്ങോട്ട് പോന്നു. ഡൽഹിയിൽ നിന്ന് നാട്ടിലേക്ക് വന്നു. ചെത്തിപ്പുഴ ഹോസ്പിറ്റലിലാണ് ആദ്യത്തെ ഡെലിവറി നടക്കുന്നത്, നമ്മുടെ ചെത്തിപ്പുഴ ഹോസ്പിറ്റലിലെ. അപ്പൊ ആ ഡെലിവറി സമയത്ത് ആ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു, ഇത് പറ്റത്തില്ല, നോർമൽ ആകത്തും ഇല്ല, ഓപ്പറേഷൻ തന്നെ വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഡോക്ടറെ നോർമൽ ഡെലിവറിയാ എൻ്റെ മനസ്സിലെ ഇത്. അപ്പൊ എൻ്റെ അമ്മയോടും സഹോദരങ്ങളെല്ലാം പാസ്റ്റർമാർ വൈഫെല്ലാം വെളിയിൽ നിന്ന് പ്രാർത്ഥനയാ ലേബർ റൂമിന്റെ വാതിക്കൽ നിന്ന്. അപ്പം പറഞ്ഞില്ല ഓപ്പറേഷൻ ചെയ്യണം പറഞ്ഞു. അവർ ഓപ്പറേഷൻ ചെയ്തിലോട്ട് തിയേറ്ററിലോട്ട് എന്നെ മാറ്റി. അപ്പൊ അവർ ഡോക്ടർ പറഞ്ഞെന്ന് വെച്ചാൽ ഇത് തലയുടെ കുട്ടിയുടെ തലയുണ്ടല്ലോ അല്പം വലിപ്പമുണ്ട്, അതുകൊണ്ട് നോർമൽ ആകത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഡോക്ടർ പ്ലീസ് ഓപ്പറേഷൻ വേണ്ട. അപ്പൊ അമ്മയെല്ലാം പറഞ്ഞുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യും പറ്റത്തില്ല എന്ന്. ഡോക്ടർ ഇറങ്ങിപ്പോയി സ്റ്റാഫിനെ എല്ലാം നിർത്തിവെച്ച് പോയി. ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നോർമൽ ഡെലിവറി അവിടെ നടക്കുവാനിടയായി. അതും ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. കാരണം അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവമാണ്. യാതൊരു കോംപ്ലിക്കേറ്റും ഇല്ല. കാരണം എനിക്ക് ഇന്ന പോലെ ഒരു രോഗം വന്നിട്ടുണ്ടെന്ന് യാതൊരു കാരണം ഞാനവിടെ വെളിപ്പെടുത്തിയിട്ടില്ല. ഹല്ലേലൂയ. പ്രകാരം എൻ്റെ ഹസ്ബൻഡ് ഇങ്ങനെ പറയായിരുന്നു, പ്രഗ്നൻസി ആയപ്പോഴത്തേക്ക് പറയാം ഇത് ആൺകുഞ്ഞാന്ന് പറയും. അങ്ങനെ 3 പ്രഗ്നൻസി ആയപ്പോഴത്തേക്കും പറഞ്ഞു ഇത് ആൺകുഞ്ഞാ. പ്രത്യേകിച്ച് സ്കാനിങ് ഒന്നും ചെയ്യേണ്ടി വന്നില്ല ആ സമയത്ത്. കാരണം ദൈവം എല്ലാം അത്ഭുതകരമായി നടത്തി എന്നുള്ളതാണ് ദൈവത്തിന്റെ ദാസൽ കൂടി തന്നെ പറയുവാനിടയായ. പ്രകാരം ഞങ്ങള് 3 നോർമൽ ഡെലിവറി. ഹല്ലേലൂയ. 3ാമത്തെ ഡെലിവറി NSS മെഡിക്കൽ മിഷനിലായിരുന്നു ചങ്ങനാശ്ശേരിയിലെ നടത്തിയത്. അപ്പൊ ആ ഡോക്ടർ എന്നോട് ചോദിച്ചു എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന് ചോദിച്ചു. എന്തെങ്കിലും അസുഖങ്ങൾ നേരത്തെ വന്നിട്ടുണ്ട്? ഞാൻ ഒന്നും ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ എന്റെ മനസ്സിൽ അങ്ങനെയാണ് വന്നത്, അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു. അതുകൊണ്ട് ഡെലിവറി എല്ലാം കഴിഞ്ഞു. ഞങ്ങൾ ഡിസ്ചാർജ് ചെയ്ത് പോകാൻ നേരത്തേക്ക് ഡോക്ടറോട് ഞാൻ പറഞ്ഞു, ഡോക്ടറെ എൻ്റെ ഒരു ടെസ്റ്റിമണി ഞാൻ പറയാമെന്ന് പറഞ്ഞു. ലിറ്റിപ്പോൾ എന്ന് പറഞ്ഞ ഡോക്ടറാ. ആ ഡോക്ടറോട് ഞാൻ എൻ്റെ ടെസ്റ്റിമണി പറഞ്ഞു. അവർ ചങ്കത്ത് കൈവച്ചിട്ട് പറഞ്ഞു, എൻ്റെ ദൈവമേ ഇത് അറിഞ്ഞിരുന്ന് ഞാൻ ഇവിടെ എടുക്കത്തില്ലായിരുന്നെന്ന് പറഞ്ഞു. അതുകൊണ്ട് എന്നെ കൊണ്ട് ദൈവം പറയിപ്പിക്കാഞ്ഞെന്ന് പറഞ്ഞു. അപ്പൊ അവരങ്ങ് ഭയങ്കര സന്തോഷം. അവര് പറയാം ഇത്രയും ഒരു കേസ് കെട്ടി ഇവിടെ നമ്മുടെ കേരളത്തിൽ നിന്നും വന്നിട്ട് രക്ഷപ്പെട്ടായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ പറഞ്ഞു ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസ് ഉപേക്ഷിച്ചതാ, തുണിയിൽ പൊതിഞ്ഞു കൊണ്ടുവന്നത്, മരിച്ചുപോയെന്ന് വിധി എഴുതിയതാ, എന്റെ ഫോട്ടോ സ്റ്റാമ്പുകളാക്കി കൊടുത്തതാ. അതിലൊരു ഫോട്ടോയാണ് അഡ്മിഷൻ ഓഫീസർ മുറിയിൽ മാലയിട്ട് വെച്ചിരുന്നത്. ഇത്രത്തോളം ദൈവം ചെയ്യാമെങ്കിൽ ഇതും ഡെലിവറി ദൈവത്തിന് അസാധ്യമല്ല.
ദൈവം നമ്മുടെ ഉദരത്തിൽ തന്നത് അതിൽ വെളിയിൽ കൊണ്ടുവരാൻ ദൈവത്തിന് കഴിയും. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു. പുകഴുവാൻ ഒന്നുമില്ല, എനിക്ക് കർത്താവിന്റെ കൃപയെന്ന് മാത്രമാണ്. ഹല്ലേലൂയ. ഈ നമ്മുടെ പുണ്യപ്രവൃത്തിയോ നമ്മുടെ എല്ലാം യാതൊരു നല്ല വശം പറയുവാൻ എനിക്കില്ല. ഹല്ലേലൂയ. ഒരു യോഗ്യത എനിക്കില്ല. അതിലുപരിയായി ദൈവത്തിന്റെ കൃപയാൽ ഇന്ന് നിലനിർത്തിയിരിക്കുന്നു. എന്നെ കേൾക്കുന്ന സാക്ഷ്യം കേൾക്കുന്ന ഏവർക്കും ദൈവം, നമുക്കറിയാമല്ലോ വചനത്തിൽ അനേക കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞാൻ എൻ്റെ ജീവിതത്തിലെ അനുഭവ സാക്ഷ്യം അനേകരെ ഹോസ്പിറ്റലിൽ കടന്നിട്ടുണ്ട്. അനേകരോട് ഞാൻ പറയും. അപ്പൊ അവർക്കെല്ലാം കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അവർക്ക് ആ സമയത്ത് അവർക്കൊരു വലിയ ആശ്വാസമാണ്. കാരണം മനോവേദനയാൽ ഭാരപ്പെട്ട് കിടക്കുന്ന, രോഗത്താൽ ഭാരപ്പെട്ട് കിടക്കുന്നു, അവർക്ക് സാമ്പത്തികമില്ല, ഏതെങ്കിലും വിധത്തിൽ വലിയ വിധത്തിലൊന്നും രക്ഷപ്പെട്ടു പോകണമെന്നുള്ള ആഗ്രഹക്കാരാണ്. പക്ഷെ എന്ത് ചെയ്യാൻ, അവർ പ്രാർത്ഥിക്കുമ്പോൾ അവർക്കൊരു ആശ്വാസമാണ്. ഞങ്ങൾ ഇങ്ങനെ ഹോസ്പിറ്റലിൽ കയറി ഇറങ്ങി ഞങ്ങൾ സാക്ഷ്യം പറയാൻ പോകുമായിരുന്നു. ഇപ്പോഴൊക്കെ പോകാനൊക്കെ ഭയങ്കര അനുവാദമില്ല ഹോസ്പിറ്റലൊക്കെ കയറി ചെല്ലാനെ. അതുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. എന്തെങ്കിലും ഞാനിങ്ങനെ ഓരോ മീറ്റിങ്ങില്, നമ്മുടെ ലേഡീസ് മീറ്റിങ്ങിലെ ലേഡീസ് ഫെലോഷിപ്പിലൊക്കെ ചെന്ന് സാക്ഷ്യങ്ങൾ പറയാറുണ്ട്. ഇനിയിപ്പം ഞങ്ങൾക്ക് 14-ാം തീയതി ഒരു സാക്ഷ്യം പറയാൻ വിളിച്ചിട്ടുണ്ട്. അത് റാന്നിക്കടുത്തായിട്ട്. ദൈവത്തിന്റെ കൃപയെന്ന് മാത്രമാണ്. ഹല്ലേലൂയ. ഇത്രമാത്രം അത്ഭുതം പ്രവർത്തിച്ച ദൈവം എൻ്റെ ജീവിതത്തിൽ, ഹല്ലേലൂയ, എനിക്കൊരു കുടുംബസ്ഥയായി ജീവിപ്പാൻ ദൈവം എന്നെ സഹായിച്ചു. കാരണം അതിനുള്ള യാതൊരു കഴിവോ ഒന്നും ഇല്ലായിരുന്നു. എന്നാൽ ദൈവം പ്രവർത്തിക്കുമ്പോൾ സകലത്തിനെ നീക്കുപോക്ക് ചെയ്യുന്ന ദൈവമാണ്. ഹല്ലേലൂയ. സകല കുറവും തീർത്തു തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ഹല്ലേലൂയ. നമ്മുടെ സങ്കീർത്തനം 116:8 നീ എന്റെ പ്രാണനെ മരണത്തിൽ നിന്നും എന്റെ കണ്ണിനെ കണ്ണുനിൽ നിന്നും എന്റെ കാലിനെ വീഴ്ചയിൽ നിന്നും വിടിവിച്ച ദൈവം. ഹല്ലേലൂയ. രക്ഷിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇപ്രകാരം നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത അത്ഭുത പ്രവൃത്തികൾ എത്ര വർണ്ണിച്ചാലും മതി വരത്തില്ല എൻ്റെ ജീവിതത്തിൽ. ഹല്ലേലൂയ. എൻ്റെ നാട്ടിലും ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് 14-ാം മൈൽ പുളിക്കൽ കവല എന്ന് പറഞ്ഞ കോട്ടയം ജില്ല പുളിക്കൽ കവല 14-ാം മൈലിന് താമസിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെയെല്ലാം ഈ പ്രദേശത്തെല്ലാം എൻ്റെ സാക്ഷ്യം ഞാൻ അനേകരോട് പറഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. വീട്ടിൽ ഞാൻ 2000 തൊട്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ ഒരു ദിവസം വേർതിരിച്ച് വ്യാഴാഴ്ചക്കാലം വേർതിരിച്ചിരിക്കുന്നു. അപ്പുറം അനേകാര്യങ്ങൾ കടന്നു വരുമായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് വിടുതലൊക്കെ പ്രാപിച്ച് അനേക ജീവിതങ്ങൾ കടന്നുപോയി. കോവിഡ് വന്നതോടുകൂടി ഇവിടെ ഞങ്ങളുടെ ഇടവഴിയിൽ കൂടി ഒരു വ്യക്തികളെ പോലും കടത്തിവിടില്ലാത്ത സമയം വന്നു. അങ്ങനെ ആ പ്രാർത്ഥന അങ്ങ് കട്ടായിപ്പോയി. കാരണം എന്ന് വെച്ചാൽ ഒരു കുഞ്ഞുങ്ങളും വരാത്ത കോവിഡിന്റെ സമയത്തുകൊണ്ട് പോലീസുകാരൊക്കെ വന്ന് താക്കീത് ചെയ്തായിരുന്നു. വരുന്നവരെ വിടുകയില്ലായിരുന്നു. അങ്ങനെ പോകാൻ പറ്റത്തില്ല എന്നും പറഞ്ഞു. ആ ഒരു സാഹചര്യത്തിലാണ് അങ്ങനെ നിന്ന് പോയത്. എന്നാൽ ഞാൻ ഒന്ന് പറയട്ടെ, ദൈവത്തിന്റെ വചനം പറയുന്നു. ഹല്ലേലൂയ. അന്ന് എന്റെ ജീവിതത്തിൽ ദൈവാത്മാവ് ഇടപെട്ട ഒരു വചനമുണ്ട്. എബ്രായർക്ക് എഴുതിയ ലേഖനം തോന്നുന്നു. ദൈവത്തിന്റെ വചനം ജീവന ചൈതന്യമുള്ള ഇരുവായ്ത്തിലുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും ആത്മാവിനെയും പ്രാണനെയും സന്ധിയും മജ്ജകളെയും വേർപിടിപ്പിക്കും വരെ തുളച്ചു ചെല്ലുന്ന വചനം. ഈ വചനം ആര് വിശ്വസിക്കുന്നുവോ അവരിൽ ആ വചനത്തിന്റെ ശക്തി വ്യാപരിക്കും. ഞാൻ എഴുന്നേറ്റ് വന്നപ്പോൾ ഈ വചനമാണ് എൻ്റെ ഹൃദയത്തോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുവാനിടയായത്. ഹല്ലേലൂയ. അന്നേരം ഞാനിങ്ങനെ ചിന്തിച്ചു, കർത്താവിന്റെ വചനം എത്രമാത്രം ജീവൻ പകരുന്നതാ, ചൈതന്യം ഉളവാക്കുന്നത്. ഹല്ലേലൂയ. ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയ വചനമാണ്. ഹല്ലേലൂയ. അത് ഇരുവായ്ത്തരയുള്ള വചനമാണ്. അത് വിശ്വസിക്കുന്നവരല്ലേ വ്യാപരിക്കുള്ളൂ. ഹല്ലേലൂയ. ഈ വചനം നമ്മൾ ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും നാവ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുമ്പോൾ അതിന്റെ ശക്തി നമ്മളിൽ വ്യാപരിക്കും. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ഹല്ലേലൂയ, ഇത് ഞാൻ പറയുമ്പോൾ അന്ന് പ്രവർത്തിച്ച ദൈവം ഇന്നും പ്രവർത്തിപ്പാൻ ശക്തനാണ്. ഹല്ലേലൂയ. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ പോരായ്മകളുണ്ട്. അതുകൊണ്ടാണ് കർത്താവ് വിടുതൽ തരുവാൻ താമസിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥന ശബ്ദം ശ്രദ്ധിക്കാതെ പോകുന്നത് അതുകൊണ്ടാണ്. കാരണം കർത്താവിന് കഴിയാത്തതൊന്നുമില്ല. നമ്മൾ വചനം എപ്രകാരം പറയുന്നതോ അതുപോലെ നമ്മൾ അനുസരിച്ചാൽ, ഹല്ലേലൂയ, വചനത്തിന്റെ ചട്ടങ്ങളെ പ്രമാണിച്ചാൽ, ഹല്ലേലൂയ, ആ കൽപ്പനകളെ പ്രമാണിച്ച് ജീവിച്ചാൽ, അതനുസരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, നമ്മളെ തന്നെ സമർപ്പിച്ച് കൊടുക്കുമ്പോൾ വചനം ജഡമായി നമ്മുടെ ജീവിതത്തിൽ വസിപ്പാനിടയാകും. ഹല്ലേലൂയ. എന്നെ പഠിപ്പിച്ചത് അങ്ങനെയാണ്. ഹല്ലേലൂയ. ഞാനിത് വചനം വായിക്കുമ്പോഴൊക്കെ എന്റെ ഹൃദയത്തോട് ഓരോ വചനവും ദൈവത്തിന്റെ ആത്മാവ് ഇടപെടും. ഞാൻ ഇപ്രകാരം ചിന്തിക്കും, കർത്താവേ, ദൈവം നമ്മളെ നിലനിർത്തിയിരിക്കുന്ന എന്തിനാണ്? നമ്മളെ ക്രിസ്തുവിന്റെ പാത്രമാക്കി. ഹല്ലേലൂയ. നമ്മൾ വിളിച്ചു പറയുന്നതിലുപരി നമ്മുടെ ജീവിതം കണ്ട് മറ്റുള്ളവർ നമ്മളെ കൂടി കർത്താവിനെ അറിയണം. അതാണ് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്രകാരമെങ്കിൽ
അനേക ഇടങ്ങളിൽ കടന്നു പോകുമ്പോൾ കർത്താവ് പറയുന്നുണ്ട് ലോകത്തിന്റെ വെളിച്ചമാണ്. കർത്താവ് ലോകത്തിന്റെ വെളിച്ചമാണെങ്കിൽ നമ്മൾ ആ വെളിച്ചത്തെ അനുഗമിക്കുന്ന വ്യക്തികളാ. അപ്പൊ നമ്മളിലും വ്യാപരിക്കണം ആ വെളിച്ചം. ഹല്ലേലൂയ. ഇരുട്ട് മാറുവാൻ തക്കണം. വെളിച്ചം കടന്നു വരുമ്പോൾ ഇരുട്ട് പൂർണ്ണമായി മാറിപ്പോകും. അപ്രകാരം ദൈവത്തിന്റെ വചനം നമ്മുടെ ജീവിതത്തിൽ കൂടി വെളിപ്പെടുവാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന ദൈവജനത്തിന്റെ ഹൃദയത്തോട് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുമ്പോൾ ഹല്ലേലൂയ ഈ വചനങ്ങൾ ഓരോന്നും അവരുടെ ഹൃദയത്തിൽ ഹല്ലേലൂയ മാംസപ്പലയിൽ എഴുതി വെക്കുവാൻ തക്കണ ഇടയായി തീരട്ടെ. ഈ വചനം നമ്മളെ നിത്യവും നടത്തുവാൻ ശക്തനായ ദൈവമാണ്. ഓരോ ദിവസക്കാലം ദൈവത്തിന്റെ അത്ഭുത പ്രവൃത്തി കണ്ടുകൊണ്ട് യഹോവ നല്ലവനെന്ന് ജീവിതത്തിൽ കൂടി രുചിച്ചറിയുവാൻ തക്കണം സ്വർഗം ഇടയാക്കുന്ന കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ നമ്മളും അപ്രകാരമായിരിക്കണം. രുചിച്ചറിയാന്ന് പറഞ്ഞാല് നമുക്കറിയാമല്ലോ, ഒരു കുഞ്ഞിനെ നമുക്ക് പഞ്ചസാര കൊടുത്തിട്ട് മോനെ ഇത് മധുരമാന്ന് പറഞ്ഞാൽ അതിനെ അറിയത്തില്ല. ഹല്ലേലൂയ. അത് രുചിച്ച് വായിലിട്ട് രുചിച്ച് നോക്കുമ്പോഴാണ് മധുരത്തിന്റെ ആ അവസ്ഥ മനസ്സിലാകുന്നത്. അപ്രകാരം വചനം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ ആ വചനം നമ്മുടെ ജഡത്തിൽ ഹല്ലേലൂയ ജഡമായി വസിക്കണം. അത് നമ്മുടെ ജീവിതത്തിൽ കൂടി വെളിപ്പെടുവാൻ ഇടയാകണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് അതിൽ കൂടി വ്യാപരിപ്പാൻ ഇടയാകും. ഹല്ലേലൂയ. ഓരോ ദിവസക്കാലം ഹല്ലേലൂയ എങ്ങനെയാണ് മോശ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ കർത്താവിനെ ഈ നാളിൽ നമ്മൾ ഉയർത്തി കാണിക്കണം. ഹല്ലേലൂയ. പ്രകാരം കർത്താവിന്റെ വരവ് ഏറ്റവും ആസന്നമായിരിക്കുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, കർത്താവിന്റെ വരവ് ആസന്നമാണ്. അതിനായി നമ്മളെ തന്നെ ഒരുക്കി ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. കർത്താവ് ഓരോ ദിവസങ്ങളും ദൃഷ്ടി വെച്ച് ആലോചന തന്ന് നമ്മളെ വഴി നടത്തുവാൻ ഇടയാക്കട്ടെ. ഹല്ലേലൂയ. അവന്റെ കൽപ്പനകളും പ്രമാണങ്ങളും ചട്ടങ്ങളും അനുസരിച്ചും ആചരിച്ചും കൊണ്ട് മുന്നേറുവാൻ തക്കണം. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയ സാക്ഷ്യത്തിൽ നിന്ന് ഇരുന്നു കൊള്ളുന്നു. നമ്മൾ ആദ്യം പറഞ്ഞ വാക്യം സകല ഭക്തന്മാരുമായിട്ടൊരു വന്ന് കേൾപ്പി അവൻ എന്റെ പ്രാണന് വേണ്ടി ചെയ്തത് ഞാൻ വിവരിക്കാം. യേശു ക്രിസ്തു ഇന്നലെ ഇന്നും എന്തേക്കും അനന്യൻ തന്നെ. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കുന്നു. ഹല്ലേലൂയ. രക്ഷിക്കും. കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. ഹല്ലേലൂയ. ഈ വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന ഹല്ലേലൂയ ദീനക്കാരനെ രക്ഷിക്കും. അപ്പം വിശ്വാസം ഇല്ലെങ്കിൽ ഇത് ദൈവം പ്രവർത്തിക്കത്തില്ല. ഹല്ലേലൂയ. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ദൈവത്തിന്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടുവാൻ ഇടയാകും. ഹല്ലേലൂയ. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ചെറിയ സാക്ഷ്യത്തിൽ നിന്ന് ഇരുന്നുകൊള്ളുന്നു. ഹല്ലേലൂയ. ഇത്രയും സമയം എന്നെ കേട്ടുകൊണ്ടിരുന്ന തിരുദാസിക്കും എന്നെ കേട്ടുകൊണ്ടിരുന്ന സകല ജനത്തിനും ഹല്ലേലൂയ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഹല്ലേലൂയ ഇതുപോലൊരു സമയം എനിക്ക് സമയം വേർതിരിച്ചിരുന്ന കർത്താന്റെ ദാസിക്ക് ഹല്ലേലൂയ കർത്താവ് യേശു ക്രിസ്തു നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. നന്ദിയോടെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു കർത്താവേ. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തനുമായ നല്ല സ്വർഗീയപിതാവേ, നല്ല സമയത്തിന് അടങ്ങി വാഴ്ത്തുന്നു സ്തുതിക്കുന്നു അപ്പാ. ഇത്രത്തോളം കർത്താവ് ഞങ്ങളെ അനുഗ്രഹിച്ച കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നപ്പ. ഇന്ന് സായന സമയം കർത്താവെ ജോയ്സ് ടിവിയിൽ പങ്കേരുവാൻ തക്കണം സ്വർഗത്തിലെ വലിയവനായ ദൈവം ഹല്ലേലൂയ അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ തക്കണം കർത്താവ് ഇടയാക്കി തന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തുതിക്കുന്ന സ്തോത്രം ചെയ്യുന്നു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന ഭാരവാഹികളായിരിക്കുന്ന കർത്തദാസന്മാരെയും ദാസിമാരെയും എല്ലാം കർത്താവിന്റെ കരങ്ങളിലേക്ക് തരികയാണപ്പാ. അവിടുന്ന് കർത്താവേ ഹല്ലേലൂയ ഒരു സാക്ഷി മറ്റു സാക്ഷി ഉളവാക്കുവാൻ തക്കണം, ജീവൻ പകരുവാൻ തക്കണം, സ്വർഗം ഇടയാക്കണം കർത്താവേ. ഹല്ലേലൂയ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു എന്ന് പറയത്തക്കണം. ഈ സാക്ഷി നിമിത്തം കർത്താവ് അനേക ജീവിതങ്ങളുടെ ഹൃദയങ്ങളിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ പ്രവൃത്തികളിൽ നിന്ന് വെളിപ്പെടുവാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. ആരെങ്കിലും രോഗത്താൽ ഭാരപ്പെട്ട് കഴിയുന്നുണ്ടെങ്കിൽ സ്വർഗമേ ഇന്ന് പോലെ കാലം കർത്താവേ ഈ സാക്ഷ്യം അവരുടെ ജീവിതത്തിൽ ഇടപെടുവാൻ ഇടയാക്കണമേ. വിശ്വാസത്താൽ അവകാശങ്ങളെ പ്രാപിക്കുന്നവരെ തീരുവാൻ സ്വർഗം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ. അങ്ങയുടെ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കർത്താവേ ഇത്രത്തോളം സഹായിച്ച കൃപയ്ക്കായി സ്തോത്രം. അല്ലെങ്കിൽ ഇത്രത്തോളം തന്ന നന്മകൾക്കായി സ്തോത്രം. ദൈവത്തിന്റെ പ്രവൃത്തിയുടെ വെളിപ്പെടുത്തുന്ന കൃപയ്ക്കായി സ്തോത്രം. ഹല്ലേലൂയ സഹായിച്ച എല്ലാ നന്മകൾക്കായി നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ. പ്രാർത്ഥന കേട്ടിരിക്കുക സ്തോത്രം. മാനം മഹത്വം തന്നെ എടുത്താട്ടെ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ. ആമേൻ.